സോ ഗുഡ് ഈവനിങ്. നമ്മുടെ പുതുവർഷത്തിന്റെ രണ്ടാമത്തെ ദിവസമാണെന്ന്. തിരുക്കുറളിലൂടെ നമുക്ക് ഒരു യാത്ര തുടങ്ങാം അല്ലെ? തിരുക്കുറളിന്റെ മനോഹരമായ ഒരു വിഷയം ഇന്നത്തെ പ്രത്യേകതയുള്ള വിഷയമാണ്. നമ്മളെല്ലാവരും ഒരു സൈന്യത്തിന്റെ പാർട്ടാണ്. നമ്മൾ തന്നെ ഒരു സൈന്യമാണ്. അപ്പൊ ആ സൈന്യത്തിന് വേണ്ട ചില ഗുണഗണങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ജ്യോതികുമാർ സാർ പറഞ്ഞ പോലെ പുതുവർഷ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട്, പ്രത്യേകിച്ച് ശാന്തി മാമിനും അതുപോലെ തന്നെ നായനാർ സാറിനും കൂടി നേർന്നുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നായനാർ സാർ. യെസ്, സാന്തിമണി തുടങ്ങിയിട്ട് ആകാം. സാർ അതൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ. എല്ലാവർക്കും പുതുവർഷത്തിലെ ആദ്യത്തെ ദിവസമാണ്. അത് വളരെ പ്രയാസനാവശ്യമുള്ള അഭിമാനകരമായ യോദ്ധാക്കൾ നിറഞ്ഞ സൈന്യത്തെ കുറിച്ചുള്ളത് പറയുന്നത്. പണ്ടുണ്ടായിരുന്ന ആ സൈന്യത്തിന്റെ കാഴ്ചപ്പാടൊക്കെ ഇതായിരുന്നു. അത് ഇപ്പൊ പറയുന്ന ആർമി എന്നുള്ള രീതിക്കുള്ള ആ കാലാൾപ്പട, പിന്നെ നമ്മുടെ ഇതിന് വളർത്തു മൃഗങ്ങളായിട്ട് വരുന്ന അല്ലെങ്കിൽ ആ വന്യമൃഗങ്ങൾ മെരുക്കിയെടുക്കുന്ന ആനയും കുതിരയും, കുതിര ഇതാണ്. എന്നാലും യുദ്ധത്തിനൊക്കെ വളരെ ഇതായിട്ടുള്ളതാണ്. കാലപ്പട, കുതിരപ്പട, ആനപ്പട, പിന്നെ വന്നിട്ട് തേര്. അന്ന് ഇപ്പോഴത്തെ ഒരു ഉപയോഗിച്ചിരുന്ന വാഹനമായിരുന്നു തേര്. ഇത്രയും കൊണ്ട് രാജ്യം കീഴടക്കാൻ ഉപകരിച്ചിരുന്ന ഇതൊക്കെ മാറി ഇപ്പോ ഇതിനപ്പുറത്തായിട്ട് ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് ഈ ഡ്രോണുകളും മറ്റേ റോക്കറ്റുകളും ആയിട്ടുള്ള ഇത് സന്നാഹങ്ങള്. എന്നിരുന്നാലും ഇന്ന് ജവാന്മാരുണ്ട്. അവരെ കുറിച്ചുള്ള ഇതാണ് തിരുവുള്ളവർ 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നത്. ആ 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ കാര്യങ്ങള്, അല്ലെങ്കിൽ ഒരു ജവാൻ രാജ്യത്തെ സംബന്ധിച്ചോളം നിന്നും പിന്നെ കാത്തു സൂക്ഷിക്കുന്ന രാവും പകലും അല്ലലറിയാതെ പരമാവധി ബുദ്ധിമുട്ടിച്ച് ഈ പറഞ്ഞ പോലെ ഹിമാലയത്തിന്റെ ആ താഴ്വരകളിലും കാശ്മീരിന്റെ ഭാഗങ്ങളിലൊക്കെ ആ തണുപ്പത്തും മറ്റുമൊക്കെയിലേക്ക് ചൂടും ഇതെല്ലാം സഹിച്ച് നമ്മുടെ രാജ്യം കാക്കുന്ന ആ ജവാന്മാർക്ക് ഉള്ള അവരെ എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത്, അവരുടെ മനസ്സിലെ ചിന്തകൾ എന്തായിരിക്കും, അവരെങ്ങനെയാണ് ത്യാഗം ചെയ്യുന്നതെന്നൊക്കെ കുറിച്ച് ഈ വരുന്ന തിരുക്കുറളിൽ പറയുന്നു. കഴിഞ്ഞ തിരുക്കുറളില് അധികാരത്തിലെ അതിന്റെ സൈന്യത്തിന്റെ രൂപകവും അല്ലെങ്കിൽ രാജ്യത്തിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞെങ്കിൽ തവണ പറയുന്നത് ആ സൈനികൻ അല്ലെങ്കിൽ യോദ്ധാവിന്റെ അല്ലെങ്കിൽ പിന്നെ പടവീരന്റെ മഹിമയെ കുറിച്ചാണ് ഇത്തവണ പറയുന്നത്. തുടക്കത്തിൽ ആദ്യത്തേത് അതിലേക്ക് വേണ്ടിയിട്ട് ശാന്തി പ്രൊഫസർ അവരെ ഞാനിവിടെ വിളിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അതുപോലെ ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം നന്നാവട്ടെ. വർഷത്തിന്റെ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ചാൻസ് എനിക്ക് തന്നതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. മോഹൻദാസ് സാറിനും അതുപോലെ സാബ സാറിനും പിന്നെ ഈ തിരുക്കുറളിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഇത്രയും ആഗ്രഹത്തോടിരിക്കുന്ന ഓൺലൈൻ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. സന്തോഷത്തോടുകൂടി ഈ വർഷം എല്ലാവർക്കും നന്മ മാത്രം തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതില് 78ാമത്തെ ചാപ്റ്ററാണ് പടൈച്ചെരുക്ക്. പടൈച്ചെരുക്ക്, ചെരുക്ക് എന്ന് പറഞ്ഞാൽ തമിഴിൽ അതിന്റെ മീനിങ് അഹങ്കാരം എന്ന് പറയാം, ഗർവം എന്ന് പറയാം. ഇതിൽ പടൈച്ചെരുക്ക് എന്ന് പറഞ്ഞാൽ, പടൈ എന്ന് പറഞ്ഞാൽ സൈന്യം. സൈന്യം കൊണ്ട് എങ്ങനെയാണ് ഒരു രാജാവ് മുന്നിലോട്ട് പോകുന്നത്, അതുപോലെ തന്നെ ആ സൈന്യത്തിന്റെ ഫലം, അതായത് ബലം, ശക്തി എങ്ങനെയുണ്ട്,
അതിനെക്കുറിച്ച് അദ്ദേഹം അഭിമാനിക്കുന്നുണ്ട്. അത് പറയുന്നതാണ് ഈ പടൈച്ചെருக்கு എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പറയുന്നത്. അത് ഒരു രാജാവിന് ഏറ്റവും വേണ്ടത് സൈന്യമാണ്. കാരണം ഒരു സ്വന്തം രാജ്യത്തെ മറ്റുള്ളവരിൽ നിന്നും സംരക്ഷിക്കുവാൻ ഉതകുന്നത് ഈ സൈന്യ ഫലമാണ്, സൈന്യത്തിന്റെ ശക്തിയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അപ്പൊ അത് എത്രത്തോളം അത് നമുക്ക് ശക്തിയുള്ള ഒരു സൈന്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ രാജാവ് ഭയങ്കര ധിക്കാരത്തോടുകൂടിയായിരിക്കും ജീവിക്കുന്നത്. ഇപ്പൊ ഒന്നും വേണ്ട, നമുക്കൊരു കോൺഫിഡന്റ് ലെവൽ കൂടില്ലേ. നമ്മളെല്ലാം ഇപ്പൊ എക്സാമിനേഷന് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയാനോ ഒരു സ്റ്റേജിൽ ചെന്ന് സംസാരിക്കാനോ പോവുകയാണെങ്കിൽ നമുക്ക് ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ അറിവുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും, വളരെ കോൺഫിഡന്റ് ലെവലിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. കാരണം നമുക്ക് ഒരു ഭയവും കാണത്തില്ല. കാരണം എന്റെ കയ്യിൽ ഇത്രയും കാര്യങ്ങളുണ്ട്, എനിക്ക് ഇതൊക്കെ പറയാൻ സാധിക്കും എന്നൊരു കോൺഫിഡന്റ് ലെവലാണ്. അതുപോലെയാണ് ഒരു രാജാവിന് ആ രാജ്യത്തെ സംരക്ഷിക്കേണ്ട കടമ രാജാവിനാണ്. അപ്പൊ ആ രാജാവ് എങ്ങനെയായിരിക്കണം? തന്റെ സൈന്യത്തിൽ അഹങ്കരിക്കണം. അത് തന്നെയാണ് ഈ പറയുന്നത്. ആദ്യത്തെ കുറൾ എന്ന് പറയുന്നത് എൻ ഐ മുൻ നില്ലൻ പിൻ തെവ്വിൻ പലർ എൻ ഐ മുന്നിട്ട് കൽ നിன்றവർ. ഇത് ഈ ചാപ്റ്ററില് പലതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. തൊൽക്കാപ്പിയം, അതായത് തമിഴിൽ ഏറ്റവും പഴയ ഒരു ഗ്രാമർ ടെക്സ്റ്റാണ് തൊൽക്കാപ്പിയം. ഇപ്പോ ഞങ്ങൾക്ക് തമിഴിൽ പറയുന്നതിൽ മറ്റ് ഭാഷകളിൽ നിന്നും തമിഴിനുള്ള കുറച്ചും കൂടി അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവം തൊൽക്കാപ്യത്തിലുണ്ട്. അതായത് മറ്റു ഭാഷകളിലാണെങ്കിൽ അക്ഷരം, പിന്നെ അതാണ് എഴുത്തെന്ന് പറയുന്നത്, എഴുത്തധികാരം. അത് അക്ഷരങ്ങളെ കുറിച്ച്, എങ്ങനെയാണ് ഒരു അക്ഷരം വന്നത്, ആ അക്ഷരം എങ്ങനെ വളർന്നു വന്നു, ഇങ്ങനെ ഇതിനെ കുറിച്ചുള്ള ഓരോരോ ഒരു അക്ഷരം നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ആ അക്ഷരം എവിടെ നിന്ന് വന്നു എന്ന് പറയുന്നത്. വയറ്റിൽ നിന്നുമാണ് നമ്മുടെ ശബ്ദം പുറത്തേക്ക് വരുന്ന, അത് നമ്മുടെ തൊണ്ടയിൽ വന്ന് അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കിയാണ് അക്ഷരങ്ങൾ വരുന്നതെന്ന് പറയുന്നതാണ്. അത് എഴുത്തധികാരം എന്ന് പറയും. പിന്നെ ചൊല്ലെന്ന് പറഞ്ഞാൽ വാക്കുകൾ, എങ്ങനെയാണ് വാക്കുകൾ കൂട്ടി യോജിപ്പിക്കുന്നത്, ആ വാക്കുകൾ എങ്ങനെ വരും എന്ന് പറയുന്നത് ചൊല്ലധികാരം എന്ന് പറയും. പിന്നെ അണി എന്ന് പറയുന്നത്, നിങ്ങൾക്കും അണിയുണ്ട്, അതാണ് അലങ്കാരം എന്ന് പറയുന്നത്. അലങ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ കവിതകളിൽ എങ്ങനെയാണ് അലങ്കാരം വയ്ക്കുന്നത്, ഒരു അലങ്കാരത്തിന് വേണ്ടി ചില ഉപമകൾ, ഇതൊക്കെ അലങ്കാരത്തിൽ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് യാപ്പ് എന്ന് പറയും. യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് എങ്ങനെ ആവണം, അത് ഈ കുറൾ വെൺപ എന്ന് പറയുന്നതിന്റെ തന്നെ തിരുക്കുറൾ എന്ന് വരാൻ കാരണം ഈ കുറൾ വെൺപ എന്ന ഒരു രീതിയിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. ആ ഗ്രാമാറ്റിക് യാപ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ തിരുക്കുറൾ എന്ന് പറയാൻ കാരണം. അപ്പോ അത് പറയുന്നതാണ് യാപ്പ്. അപ്പൊ ഇത് എല്ലാ ഭാഷകൾക്കും ഉണ്ട്. എന്നാൽ പൊരുൾ എന്ന് പറയുന്ന ഒരു ഗ്രാമർ വേറെ ഭാഷയിൽ ഇല്ല, തമിഴ് ഭാഷയിൽ മാത്രമേ ഉള്ളൂ. അതിനെയാണ് പൊരുൾ ഇലക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഈ പൊരുൾ ഇലക്കണത്തിൽ അഹം പുറം എന്ന് രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. ആ രണ്ട് ഇതിലും അഹം എന്ന് പറയുമ്പോൾ ഈ എന്താണ്, തലവനും തലവിയും കണ്ടതിന് ശേഷം അവർ തമ്മിൽ സ്നേഹിക്കുന്നത്, പിന്നെ അവര് ഒളിച്ചോടുകയോ അല്ലെങ്കിൽ കല്യാണം വരെ ഉള്ളത്. കല്യാണം കഴിഞ്ഞിട്ടുള്ളതാണ് കർപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അഹവാഴ്ക്ക എന്ന് പറയുന്നത് ഇതിനെയാണ് പറയുന്നത്. എന്നാൽ ഈ പുറം എന്ന് പറയുന്നത് യുദ്ധം, രാജാവിന്റെ ദാനം, എന്തൊക്കെ ദാനം കൊടുത്തിട്ടുണ്ട്, അതുപോലുള്ള ഇനി യുദ്ധം ആരുടെ കൂടെയൊക്കെ യുദ്ധം ചെയ്ത് ജയിച്ചു വന്നു, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഈ ലൈഫ്, അതായത് ഈ വാഴ്ക്കൈ നിലയാമൈ എന്ന് പറയും. ഇതിനെല്ലാം കൂടി ഒരു നീണ്ട ഒരു 7 തിണ എന്ന് പറയും. പുറത്തിണയിലും 7 ഉണ്ട്, അകത്തിണയിലും 7 ഉണ്ട്. അപ്പൊ ഈ തിണകളിലുള്ള പല സംഭവങ്ങളും ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഈ നെടുമൊഴി വഞ്ചി എന്ന് പറയും. വഞ്ചി എന്ന് പറഞ്ഞാൽ രാജാവ് രണ്ടുപേരും തമ്മിൽ യുദ്ധം ചെയ്യുന്നതാണ്. അപ്പൊ അതിര പോരിടുതൽ എന്ന് പറയും വഞ്ചി എന്നതിന്. ഇവിടെ ഈ പാട്ട്, ഈ ആദ്യത്തെ ഈ കുറൾ ഈ നെടുമൊഴി വഞ്ചി എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഈ പാട്ട്.
അപ്പം തിരുവള്ളുവർ ഈ തൊൽക്കാപ്യത്തിൽ നിന്നുമുള്ള എല്ലാ ഇലക്കണങ്ങളും അല്ലെങ്കിൽ എല്ലാ ഗ്രാമർ ഇതും പഠിച്ചിട്ട് തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ മാത്രമല്ല പലതിലും അറിയാൻ പറ്റും. ഇതിൽ പ്രത്യേകിച്ച് ഇതില് അപ്പൊ ഇതിൽ ആദ്യത്തെ ലൈനിൽ പറയുന്നത് നെടുമുടി വഞ്ചി എന്ന് പറഞ്ഞാല് എന്റെ രാജാവ് എങ്ങനത്തവനാണെന്ന് നിനക്ക് അറിയുമോ, നീ എന്റെ രാജാവിന്റെ മുമ്പിൽ വരരുത്, വന്നു കഴിഞ്ഞാൽ നിനക്കിത് സംഭവിക്കും. അതാണ് ഈ പറയുന്ന പാട്ടിലുള്ളത്. ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് ഐ എന്ന് പറഞ്ഞാൽ തലൈവൻ എന്നാണ്. അതായത് ഐ എന്ന് പറഞ്ഞാൽ ഒന്ന് അച്ഛൻ എന്ന് എടുക്കാം. ഐ എന്ന് പറഞ്ഞാൽ അയ്യ എന്ന് പറയും. ഇവിടെ ഐ എന്ന് പറയുമ്പോൾ എന്റെ തലൈവൻ, തലൈവൻ എന്ന് പറഞ്ഞാൽ എന്റെ രാജാവ്. നില്ലൻ, അതായത് എന്റെ രാജാവിന്റെ മുമ്പിൽ നീ നിൽക്കരുത്. അതായത് യുദ്ധം ചെയ്യാൻ എന്റെ രാജാവിന്റെ മുമ്പിൽ വന്ന് നീ യുദ്ധം ചെയ്യാൻ വരരുത്. ഇനി അഥവാ തെവ്വിർ പലർ എൻ ഐമുന്നിന്റെ കൽ നിன்றവർ. തെവ്വിർ എന്ന് പറഞ്ഞാൽ എതിരാളി അല്ല ശത്രുക്കൾ എന്ന് പറയാം. തെവ്വിർ പലർ ഇതുപോലെ ഇതിനു മുന്നേ പല ശത്രുക്കളും എൻ ഐമുൻ നിன்று എന്റെ തലവൻ അല്ലെങ്കിൽ എന്റെ രാജാവിന്റെ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്ത് കൽ നിன்றവർ. ഈ കൽ അതാണ് ഞാൻ പറഞ്ഞത്. കൽ എന്ന് പറയുന്നത് ഈ നടുകൽ എന്ന് പറയും. അതായത് നടുകൽ വഴിപാട് എന്ന് പറഞ്ഞൊരു വിശ്വാസം ഈ തമിഴ് കൾച്ചറിലുണ്ട്. അതായത് ഫോക്കിലും ഈ നടുകൽ വഴിപാട് വരും, ഫോക്ക് ടൈൽസിലൊക്കെ വരാറുണ്ട്, ഫോക്ക് സോങ്സിലും വരാറുണ്ട്. ഈ നടുകൽ എന്ന് പറയുന്നത് വീരർകളെ വഴിപെടുതൽ എന്ന് വെച്ചാല് ഈ സൈന്യത്തിൽ യുദ്ധം ചെയ്ത് മരിക്കുന്ന ആ ഭടന്മാർക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഈ നടുകൾ. ഇതിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നടുകൾ നടുന്നത് ഇപ്പോഴും നമുക്ക് അതിനെ മിച്ചമെന്ന് പറയാം. നമുക്ക് ഇവിടെ നമ്മുടെ സൈന്യത്തിൽ മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ രക്തസാക്ഷി ദിനം എങ്ങനെ ആഘോഷിക്കുന്നു അതുപോലെ തന്നെയാണ് ഇതൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. പാങ്ങോടുണ്ട്, തിരുവനന്തപുരത്ത് പാങ്ങോട് ആ സൈന്യത്തിന്റെ ആർമിയുടെ ഏരിയ ആണ്. അവിടെ ഒരു വലിയൊരു ഡോം പോലെ കെട്ടിവെച്ചിട്ടുണ്ട്. അവിടെ അതിൽ എഴുതിയിട്ടുണ്ട് കാർഗിൽ മരിച്ച ഭടന്മാർക്ക് വേണ്ടി പണിത സ്മാരകമാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഇതും ഈ നടുകല്ലും ഇതും ഒന്നാണ്. നടുകൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയും നടുകൽ വയ്ക്കും, പലർക്ക് വേണ്ടിയും വയ്ക്കും. പക്ഷെ ഈ നടുകൽ വയ്ക്കാൻ ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു രാജാവോ അല്ലെങ്കിൽ രാജാവിന്റെ ആൾക്കാരോ വേണമെന്നില്ല. ഇപ്പൊ ഒരു ഭടന്റെ ഭാര്യ ആ ഭടനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റാതെ, കാരണം മരിച്ചു കിടക്കുന്നവനെ എടുത്തുകൊണ്ട് പോകാനൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എത്രത്തോളം പറ്റുമോ അവിടെ കൊണ്ടുവന്ന് ഇട്ട് ക്രിയകളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് തന്നെ ഒരു കല്ല് വെക്കാറുണ്ട്. കല്ലറയല്ല, ഒരു കല്ല്. ആ കല്ലെന്ന് പറഞ്ഞാൽ ഒരു നീണ്ട ഒരു കുർത്ത കല്ല് വെക്കും. എന്നിട്ട് അതിനെ ഈ നടുകൽ വഴിപാട് എന്ന് പറയും. അപ്പൊ ഈ ഭടന്റെ ഭാര്യയോ മക്കളോ ആരെങ്കിലും എല്ലാ വർഷവും വന്ന് ഈ കല്ലിന് വഴിപാട് നടത്തും. അപ്പോ ഇത് ഒരു എല്ലാ കാലങ്ങളിലും ഇത് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കൾച്ചർ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ടില് ഒരു ഭടനാണ് ഈ പറയുന്നത്. അപ്പൊ ആ ഭടൻ പറയുന്നത് എന്റെ രാജാവ് ഇങ്ങനെയാണ്, ഇപ്പോ എന്റെ രാജാവിന്റെ മുന്നിൽ നീ വരരുത്, വന്നു കഴിഞ്ഞാൽ ഇതിനു മുന്നേ തെവ്വിർ എന്ന് പറഞ്ഞാൽ ശത്രുക്കളാണ്, അവര് പലരും വന്ന് എന്റെ രാജാവിന്റെ മുമ്പിൽ വന്ന് നിന്ന് യുദ്ധം ചെയ്തു. അവരൊക്കെ ഇപ്പൊ കല്ലായി എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി, തോറ്റുപോയി. അപ്പോ നടുകൽ അവർക്ക് വെച്ചിരിക്കുകയാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ രാജാവിന്റെ ആ മഹത്വമാണ് ഈ ഭടൻ പറയുന്നത്. ഇങ്ങനെ തന്നെയാണ് ബാക്കി വരുന്ന പാട്ടുകളിലും ഇതുപോലുള്ള ഒരു സംഭവം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഈ പാട്ടിൽ രണ്ട് വിഷയമാണ് ഞാൻ പറഞ്ഞ തൊൽക്കാപ്യത്തിൽ നിന്ന് വള്ളുവർ എടുത്തിരിക്കുന്നത്. ഈ നടുകൽ എന്ന് പറയുന്നത് തൊൽക്കാപ്യത്തിൽ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഈ നെടുമൊഴി വഞ്ചി എന്ന് പറയുന്നത്. ഇത് രണ്ടും തന്നെ പൊരുളധികാരം എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിൽ വളരെ നീറ്റായി ഓരോന്നിനും എങ്ങനെയാണ് എന്ന് പറഞ്ഞ് വിവരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ പാട്ട് ഈ കുറൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഈ കുറളിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. എന്റെ രാജാവ് വലിയവനാണ്, അവന്റെ മുന്നിൽ നീ വരരുത്, വന്നു കഴിഞ്ഞാൽ മുന്നേ വന്ന് ശത്രുക്കൾ മുന്നേ വന്ന് യുദ്ധം ചെയ്തവരൊക്കെ ഇപ്പോൾ കല്ലായി നടുകല്ലിൽ നിൽക്കുന്നുണ്ട് എന്ന് തന്റെ രാജാവിന്റെ മഹിമ പറയുകയാണ്.
ഓക്കെ, താങ്ക് യു. திருக்குறள் அதிகாரம் 78 படைச்சிருக்கு. என்னை முன் நில்லன்மின் தெவ்வேர் பலர் என்னை என் ஐ முன் நின்று கல் நின்றவர். என் அதிபன் தன் முன்னில் நிற்காய் அருகிலே നിന്നോർ പലർ കല്ലായി നിൽപ്പാം. ആ ഖുറനിലെ ആദ്യത്തെ നമ്മൾ പറയുമ്പോൾ ആദ്യത്തെ വരിയിലെ മൂന്നാമത്തെ വാക്കാണ് തെവീർ. തെവീർ എന്ന് പറയുമ്പോൾ ശത്രുക്കളെ. എന്നിട്ട് ശത്രുക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്, ശത്രുക്കളെ നിങ്ങൾ എൻ്റെ തലവന്റെ മുന്നിൽ ഇട്ട് വാങ്ക്യമോടെ നിന്ന് പോരടിക്കാൻ ഒരുങ്ങാതിരിക്കുക. കാരണം അതിബലവാനും പരാക്രമിയുമായ അവന്റെ മുന്നിൽ മൂലം അവന്റെ പിന്നീട് ശ്മശാനത്തിലെ ഒന്നിനെ നിങ്ങൾ നിൽക്കാമെങ്കിൽ പോർക്കളത്തിലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്യാൻ മുന്നോട്ട് വരണ്ട. അതാണ് ഇതിനു മുമ്പേ ഉള്ള ഭടന്മാരുടെ സ്ഥിതി എന്നാണ് പറയുന്നത്. അതാണ് ശ്മശാനത്തിലെ സ്മാരക ശിലകളായി നിങ്ങൾ മാറണമെങ്കിൽ മുന്നോട്ട് വന്ന് യുദ്ധം ചെയ്യുക എന്നുള്ളത്. ഒരു സൈനികന്റെ ആത്മപ്രകാശനം എന്ന മട്ടിലാണ് ഈ ഭാഗം. എന്റെ തലവനായിട്ടുള്ള സൈന്യാധിപന്റെ രാജാവിന്റെയും ആകാം മുന്നിൽ നിൽക്കാതെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ശത്രുക്കളെ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടുകൊള്ളുവിൻ. അവന്റെ ഉച്ഛണ്ഡമായ ശൃംഗവീര്യം അറിയാതെ മുന്നിൽ ചെന്ന് നിന്ന് പോരിന് ഒരുങ്ങിയ ശത്രുക്കൾ പലരും യമപുരിയെ പ്രാപിച്ചു നടുകല്ലായി എന്ന ഒരു ഭടന്റെ ആത്മ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിക്കാണ് ചോദിക്കുന്നത്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് പോരാടി വീരമൃത്യു വരിച്ചോളൂ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പിൻവാങ്ങി ചെല്ലുക എന്ന രീതിക്കാണ് പറയുന്നത്. എന്ന അധിപൻ തന്മുന്നിൽ നിൽക്കായി അരികളെ നിന്നോർ പലർ കല്ലായി നിൽപ്പാം. ഓവർ. Thank you, sir. Tirukkural and chapter 78, Strength of the Army. The Tirukkural, authored by the sage Thiruvalluvar, is a monumental work of Tamil literature, providing a roadmap for ethical and purposeful living. It is organized into 133 chapters, covering a vast range of topics, from personal virtue to the intricate governance of a state. As a universal code of conduct, its 1,330 couplets remain profoundly relevant across cultures and centuries. Moving to chapter 78, titled Strength of the Army, Padaichirappu, the text explores the core attributes that make a nation's defense truly formidable. Valluvar posits that a supreme army is defined by its unwavering courage and its ability to withstand any onslaught without retreating. Ultimately, he highlights that a soldier's true power comes from a tradition of bravery and a deep sense of honor that outweighs the fear of death. 771. Enemies don't oppose my king. Many who came to attack my king are at grave. Words of a great fighter. To explain the essence of couplet 771, imagine a seasoned general standing at the border as a massive enemy army approaches. Enemy army approaches.
the warning of the veteran. A seasoned general stood at the border as a massive enemy army approached, but he did not immediately draw his sword. Instead, he pointed to a vast field of hero stones, Nadugal, and warned the invaders that those rocks were all that remained of the men who had previously challenged his king. He cautioned them to turn back, explaining that his king's prowess in battle was so absolute that standing before him was a guaranteed invitation to the grave. This scene perfectly embodies couplet 771, where a loyal warrior mockingly advises his enemies to avoid his leader if they value their lives. The story highlights that a truly powerful ruler possesses a reputation so fearsome that past victories serve as a silent, grim warning to any future opponents. Ultimately, the warrior's boast reflects the supreme confidence of an army that has turned every battlefield into a testament of their king's unstoppable might. Thank you, sir. അടുത്തത് 772 കുറളാണ്. കാന മുയലെയ്ത അമ്പിനിൽ யானை பிழைத்த വേൽ ഏന്തൽ ഇനിത്. അതായത് ഇപ്പോ ഈ കാട്ടില് പോകുന്ന അല്ലെങ്കിൽ കാട്ടില് വേട്ടയാടാനൊക്കെ അന്നേ രാജാക്കന്മാരെല്ലാവരും പോവും. ഇപ്പോഴാണല്ലോ അത് നിയമവിരുദ്ധമായത്. അപ്പൊ അന്ന് കാട്ടിൽ പോകുന്ന ആ മുയലിനെ പിടിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. കാരണം അത് ആക്രമിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നാൽ ആനയെ വീഴ്ത്തുന്നത് വലിയ കാര്യമാണ്. അപ്പോ ഒരു ഭടൻ ഈ കാട്ട് എന്താണ് ഈ ഭടന്മാർക്കുള്ള ഈ ചെരുക്ക് എന്നാണല്ലോ ഈ അധികാരത്തിൽ വച്ചിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അവരിങ്ങനെ അഹങ്കരിക്കുന്നേ എന്നുള്ളതാണ്. അഹങ്കാരം എന്തിനൊക്കെ അഹങ്കരിക്കാം എന്നതും ആണ് ഇതിൽ പറയുന്നത്. അപ്പോ ഒരു കാട്ടിൽ പോകുന്ന ആ മുയലിനെ പിടിക്കുന്നത് ഒരു അമ്പ്, കാരണം അത് ഓടിപ്പോകും. അപ്പൊ അമ്പ് വിട്ടിട്ട് പിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ അമ്പ് എഴുതി പിടിക്കുന്നതിനേക്കാളും വലുതാണ് ഒരു ആനയെ വീഴ്ത്തുന്നത്. കാന മുയലെയ്ത അമ്പിനിൽ, അത് കാനം എന്ന് പറഞ്ഞാൽ കാടാണ്. കാട്ടിലെ മുയലിനെ എയ്ത അമ്പ് എന്ന് പറഞ്ഞാൽ അമ്പ് എയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ അമ്പിനിൽ എന്ന് പറഞ്ഞാൽ അമ്പിനേക്കാളും யானை பிழைத்த வேல் ஏந்தல் ഇനിത്. ഒരു ആനയ്ക്ക് കുറിവെച്ച് ആനയെ അമ്പെയ്തി വീഴ്ത്താറുണ്ട്. കാരണം അത് കമ്പരാമായണത്തിലും ഒരുപാട് സ്ഥലങ്ങളിൽ ആനയെ കുറിവെച്ചിട്ട് എഴുതുന്ന ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. ദശരഥനെ കുറിച്ച് പറയുമ്പോൾ ദശരഥന് മക്കളില്ല എന്ന് വിഷമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടെന്നാൽ കമ്പരാമായണത്തിൽ വരുന്നതാണേ. ഈ ദശരഥൻ ഒരു പ്രാവശ്യം കാട്ടിൽ പോകുമ്പോൾ ആന വെള്ളം കുടിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പം ഇത് ആനയാണ് എന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു അമ്പ് ചെയ്ത് ആ ആനയെ വീഴ്ത്തി എന്നുള്ള സന്തോഷത്തിൽ വരും. അപ്പൊ അമ്പ് എഴുതുന്ന സമയത്ത് അയ്യോ എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കും. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് മനുഷ്യനാണ്. അപ്പോൾ അവിടെ പോവുകയും അവിടെ പോയി കാണുമ്പോൾ ഒരു കൊച്ചു പയ്യൻ എന്ന് പറഞ്ഞാൽ ഒരു 18-20 വയസ്സ് പ്രായമുള്ള ഒരു പയ്യനാണ്. അദ്ദേഹം വന്നിട്ട് ഒരു ആറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ശബ്ദമാണ് ഇങ്ങനെ കേട്ടത്, ആന വെള്ളം കുടിക്കുന്നത് പോലെ. അപ്പൊ പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ അദ്ദേഹം പറയും, അയ്യോ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി വെള്ളം എടുക്കാൻ വന്നതാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് കണ്ണ് കാണാൻ പറ്റൂല. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചു വരുന്നത്. അവരെ ഞാനാണ് സംരക്ഷിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെയാണല്ലോ, അവർക്ക് വെള്ളം കൊണ്ട് കൊടുക്കണമല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് അദ്ദേഹം കരയും. അപ്പോൾ ദശരഥൻ വന്നിട്ട് പറയും, ഞാൻ കൊണ്ട് കൊടുത്തോളാം. അങ്ങനെ ആ പയ്യൻ മരിക്കുകയും ചെയ്യും. അപ്പൊ ഈ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ആ അച്ഛനും അമ്മയും
ദശരഥൻ ഒരു ശാപം കൊടുക്കും. എങ്ങനെയാണോ ഞങ്ങൾ ഇപ്പോൾ എൻ്റെ പ്രിയപുത്രനെ നഷ്ടപ്പെട്ട് എത്ര വിഷമിക്കുന്നുണ്ടോ, ഇതുപോലുള്ള ഒരു വിഷമത്തിലായിരിക്കും നീയും മരിക്കുക എന്ന് പറഞ്ഞ് ശപിച്ചിട്ടാണ് അവർ രണ്ടുപേരും മരിക്കുകയും ചെയ്യും. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ഇതുണ്ട്, ദശരഥനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എങ്ങനെയായാലും ആ അച്ഛനും അമ്മയും ഇട്ട ശാപം നമുക്ക് കിട്ടുമെന്ന്. അപ്പൊ ഞാൻ അതാണ് ഇവിടെ ഓർക്കുന്നത്. അപ്പൊ അതുപോലെ അന്നേ ഈ ആനയെ അമ്പ് കൊണ്ട് വീഴ്ത്തുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര, അത് നല്ല മനക്കട്ടിയുള്ളവർക്കും ധൈര്യമുള്ളവർക്കും മാത്രമേ പറ്റൂ. എന്നാൽ ഒരു മുയലിനൊക്കെ ആർക്ക് വേണമെങ്കിലും പിടിക്കാം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഈ കാട്ടിലെ മുയലിനെ അമ്പ് എഴുതി പിടിക്കുന്നതിനേക്കാളും യാനയെ പിഴയ്ത്ത വേൽ ഏന്തൽ ഇനിത്, ആനയ്ക്ക് വേണ്ടി വെച്ച കുറി തെറ്റിയാലും അല്ലെങ്കിൽ അത് ആ ആനയെ പുറത്ത് വീണ് അല്ലെങ്കിൽ ആന മണ്ണിൽ വീഴുകയോ അല്ലെങ്കിൽ ആ അമ്പ് താഴെ വീഴുകയോ ചെയ്ത് അതിനെ ആ വേലെടുത്ത് ഒരു ഭടൻ നിൽക്കുകയാണെങ്കിൽ അതാണ് അവന് എന്താണ് ഒരു പെരുമ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും അവനെ ഉയർത്തി കാണിക്കുന്നത്, അവന് പുകഴ് കൊടുക്കുന്നത് അതാണ് എന്നാണ് ഈ ഖുറനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. തിരുക്കുറൾ ഭാഗം 2, അധികാരം 78, യുദ്ധവീര്യം. പടയിച്ചുരുക്കൂ എന്ന് തമിഴിൽ പറയുന്നു. ഇവിടെ കുറൾ 772, കാന മുയലെയ്ത അമ്പിനിൽ യാനൈ പിഴയ്ത്ത വേൽ ഏന്തൽ ഇനിതു. കാട്ടുമുയലിനെ എയ്തൊരമ്പിലും കരി വരനോടേർക്കെ പിഴച്ച വേൽ ശ്രേഷ്ഠം. കാട്ടുമുയലിനെ എയ്തൊരമ്പിലും, അതായത് കാട്ടിലെ മുയലിനെ എയ്തൊരമ്പിലും കരിവരനോട് ഏർക്കെ പിഴച്ച വേൽ ശ്രേഷ്ഠം. ആനയെ എയ്യുമ്പോൾ ആ വേൽ ആനയുടെ പുറത്ത് തട്ടിയില്ല എങ്കിൽ പോലും അതാണ് ശ്രേഷ്ഠം എന്നാണ് ഇവിടെ ഈ ഖുറളിൽ പറയുന്നത്. കാട്ടുമുയൽ എന്ന് പറയുന്നത് അത് പതുങ്ങി പോകുന്ന ഒരു സാധനമാണ്, ഒരു ജീവിയാണ്. അപ്പൊ അതിനെ നമ്മൾ ഒളിഞ്ഞിരുന്ന് അമ്പെയ്യുന്നതിനേക്കാളും നല്ലത് സ്വതന്ത്രനായി കാട്ടിലൂടെ വിഹരിച്ച് നടക്കുന്ന മദയാനയെ അമ്പെയ്തിട്ട് അത് ഏൽക്കാതെ പോയാലും ആ അമ്പെടുത്ത് വെച്ചുകൊണ്ട് ധീരത പറയുന്നത് തന്നെയാണ് ഒരു ധൈര്യവാന്റെ ലക്ഷണം എന്നാണ് ഈ ഖുറൻ പറയുന്നത്. ചിലരുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താലും അത് ഭയങ്കര ധൈര്യമാണ്, എന്റെ ധീരതയാണ്, എന്റെ വീരതയാണെന്ന് പറഞ്ഞ് അവരുടെ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് ഇവിടെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ഒരു മുയലിനെ ആക്രമിക്കുന്നതും മദയാനയെ ആക്രമിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുന്നത്. ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നത് ഒരു വീരന് ചേർന്നതല്ല എന്ന് നമുക്കെല്ലാം അറിവുള്ളതാണ്. ഇവിടെ യോദ്ധാക്കളോട് തങ്ങളുടെ ധീരത യുദ്ധവേളയിൽ നേർക്കുനേർ അനുഭവിക്കേണ്ടവയാണെന്നും, സോറി കേൾക്കാൻ പറ്റുന്നില്ല എന്നറിയാം, അടുത്ത പള്ളിയിൽ ബാങ്ക് വിളിക്കുകയാണ്. കേൾക്കാമോ സർ? കേൾക്കുന്നുണ്ട്. ഇവിടെ ഈ ഖുറനിലൂടെ പറയുന്നത് ഒളിഞ്ഞിരുന്ന് ആക്രമിക്കൽ ഒരു വീരന് ചേർന്നതല്ല എന്നും, യോദ്ധാക്കളോട് തങ്ങളുടെ ധീരത യുദ്ധവേളയിൽ നേർക്കുനേർ അനുഭവിക്കേണ്ടവയാണെന്നും, ഒളിഞ്ഞിരുന്ന് ആക്രമിക്കൽ ഭീരുത്വത്തിന്റെ ലക്ഷണമാണെന്നും പറയുന്നു. ധൈര്യശാലികളായ യോദ്ധാക്കളെയാണ് ഒരു രാജ്യത്തിന് ആവശ്യം. ഏതാക്രമണത്തെയും സധൈര്യം നേരിടാൻ കഴിവുള്ള സൈനികരെ കണ്ടെത്തി രാജ്യരക്ഷ ഉറപ്പുവരുത്തേണ്ടതും, ഏതൊക്കെ മഹിമകളാണ് ഒരു യോദ്ധാവിന് വേണ്ടതെന്നും, ഉറപ്പുള്ള ഭിത്തികളില്ലാത്ത ഒരു ഗൃഹം ഏതു നിമിഷവും ഇടിഞ്ഞു വീണേക്കാം, അതുപോലെ രാജ്യത്തിന്റെ സുരക്ഷയും ബലവും എന്ന് പറയുന്നത് വീരന്മാരായ ധൈര്യശാലികളായ സൈനികരാണെന്നും,
തിരുവള്ളുവർ ഈ കുറളിലൂടെ രാജാക്കന്മാരെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ രാജ്യം പോലെ തന്നെ ഏത് കാര്യം എടുത്താലും ഒരു പ്രവർത്തനത്തിന്റെ കാര്യക്ഷമമായ വിജയത്തിന് അതിൽ പ്രവർത്തിക്കുന്ന പോരാളികൾ വീരന്മാരാണെങ്കിൽ, ധൈര്യശാലികളാണെങ്കിൽ ആ പ്രവൃത്തി ഫലവത്തായി മാറും എന്നും ഈ കുറൾ നമുക്ക് പറഞ്ഞു തരുന്നു. കുറൾ 772. കാന മുയലെയ്ത അമ്പിനിൽ യാനൈ പിഴൈത്ത വേൽ ഏന്തൽ ഇനിതു. കാട്ടുമുയലിനെ എയ്തൊരമ്പിലും കരി വരനോടേർക്കെ പിഴച്ച വേൽ ശ്രേഷ്ഠം. താങ്ക് യു സർ. ഓവർ. Good evening to all. Tirukural, Part 2, Chapter 78, Padai Cheriku, Strength of Arm. Kural 772, Kana Moyaleida Ambinil Yanai Pidai Vel Yendal Inidu. Better to hold spear which failed to kill elephants than arrow which killed a rabbit in the forest. To attack the strong is better than winning the weak. It is more glorious to wield the spear that missed an elephant than the arrow that struck a rabbit. This classic verse encourages grand ambition, suggesting that failing at a great endeavor is more honorable than achieving a small one, promoting the idea of striving for lofty goals rather than settling for mediocrity. Aiming for something significant and failing is more commendable than achieving a small, insignificant success. It's better to aspire to great things, even if you fall short, than to set the bar low and easily clear it. Kana Muyalaida Ambinil Yanai Pidai Vel Yendal Inidu. Thank you. Over, sir. അടുത്തത് 773 കുറളാണ്. பேராண்மை என்ப தருகன் உண்டுற்றக்கால் ஊராண்மை மற்ற அதன் എഴുത്. ഇത് ഒരു യുദ്ധക്കളത്തിൽ ഭടന്മാർ എന്തൊക്കെ നീതി പാലിക്കും, അത് രാജാവും അല്ലെങ്കിൽ യുദ്ധക്കളത്തിലുള്ള ഒരു നീതിയാണ്. അപ്പൊ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മ കാണും തോന്നുന്നു, ഈ തൊൽക്കാപ്യത്തിൽ പറഞ്ഞിട്ടുള്ള വിധികൾ പലതുമുണ്ട് യുദ്ധം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന്. അതിനാദ്യം നമ്മുടെ ശത്രുക്കളെ ആക്രമിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആദ്യമേ അവിടുത്തെ പശുക്കളെ കവർന്നു കൊണ്ടുവരും. അത് കഴിയുമ്പോൾ ആ പശുക്കളെ കവർന്നു കൊണ്ടുവരികയാണെങ്കിൽ അപ്പോ മറ്റേ രാജാവ് ഓർത്തോണം, എന്റെ രാജ്യത്തെ ആക്രമിക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പോ അദ്ദേഹം എന്ത് ചെയ്യും, ഈ പശുക്കളെ വീട്ടു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അപ്പൊ അവിടെ യുദ്ധം നടക്കും. അപ്പൊ ഇത് തന്നെയാണ് ഒരു യുദ്ധമുറ. അതുപോലെ വൈകുന്നേരം ആ സന്ധ്യ മയങ്ങുന്ന സൂര്യൻ അസ്തമിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് യുദ്ധം നിർത്തണം. ഇതൊക്കെ തന്നെയാണ് അവര് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എതിരാളിയുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ല എങ്കിൽ യുദ്ധം ചെയ്യരുത്. ഇതൊക്കെയാണ് ഈ പോർ മറം എന്ന് പറയും. യുദ്ധം ചെയ്യുന്ന ഒരു മുറയാണ് ഇതൊക്കെ. അപ്പൊ ഈ നീതിയൊക്കെ കാത്തു വേണം പോർ ചെയ്യുന്നത് അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നത്. അത് അന്നത്തെ രാജാവും അന്നത്തെ ഭടന്മാരെല്ലാം, സൈന്യത്തിന്റെ തലവൻ ഉൾപ്പെടെ എല്ലാവരും അത് അംഗീകരിക്കുകയും അതുപോലെ തന്നെയാണ് നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇന്നല്ല അന്നത്തെ കാലത്ത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. പേരാണ്മൈ என்பது തറുകൻ, അതായത് ശത്രുക്കളുടെ കൂടെ യുദ്ധം ചെയ്യുമ്പോൾ ആ ശത്രുവിനെ എങ്ങനെ തടയണം, അവനിൽ ഒരു ദയവും കാണിക്കാതെ, ഒന്നും തന്നെ ഇല്ലാതെ അവനെ എതിർത്ത് യുദ്ധം ചെയ്യുക, അതാണ് യുദ്ധധർമ്മം. ഇത് മഹാഭാരതത്തിൽ ഈ അർജുനൻ തന്റെ മുന്നിൽ നിൽക്കുന്നവര്, തന്റെ സഹോദരങ്ങളും അപ്പൂപ്പൻ, അതുപോലെ ഗുരുക്കന്മാർ, ഇവരൊക്കെ നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് തന്റെ
വില്ലും അമ്പും ഒക്കെ ഇട്ടിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ഇത് പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ മുന്നിൽ നീ യുദ്ധം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിന്റെ മുന്നിൽ നിൽക്കുന്നത് ആരായാലും ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ നീ ആ യുദ്ധം ചെയ്യുക. നീ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവർക്ക് വേണ്ടി നീ യുദ്ധം മാത്രം ചെയ്യുക. അതിൽ എതിരാളികളോട് ഒരു ദയവോ അല്ലെങ്കിൽ എതിരാളികൾ ആരാണ്, എന്റെ ബ്ലഡ് റിലേഷൻ ആണ് എന്ന് പോലും നീ ചിന്തിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെയാണ് ഇവിടെ അങ്ങനെ എതിരാളിയോട് യാതൊരു ദയവുമില്ലാതെ ജയിക്കുക, എന്റെ രാജ്യത്തെ ഞാൻ സംരക്ഷിക്കുക, അത് മാത്രം ചിന്തിക്കുന്ന ഒരു ഭടനാണ് നല്ല ഒരു പൗരുഷമുള്ള ഒരു ആൺ. അതാണ് ഒരു പുരുഷ ലക്ഷണം എന്നാണ് പറയുന്നത്. അതാണ് പേരാൺമ എന്ന് പുരുഷത്വം അല്ലെങ്കിൽ അവന്റെ എന്താണ് ഒരു ആണിന്റെ നല്ല ഗുണം എന്നാണ് അതിന്റെ അർത്ഥം. എൺപതറുകൺ, അതായത് എതിരാളിയെ കണ്ട് ഭയമില്ലാതെ ഒരു ദയവുമില്ലാതെ അവനെ നേരിടുക, അത് യുദ്ധക്കളത്തിൽ. ഇനി അങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല, പക്ഷേ ഒൻറുറ്റക്കാൽ ഊരാൺമൈ മറ്റതൻ എഴുത്. അതായത് ഒൻറുറ്റക്കാൽ എന്ന് പറഞ്ഞാൽ ഈ എതിരാളിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ, അതായത് ഇവൻ അടിച്ചു വീഴ്ത്തി അങ്ങനെയല്ല പറയുന്നത്, അവന്റെ കയ്യിൽ ആയുധം ഇല്ല എങ്കിൽ, അവൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ യുദ്ധം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, അത് ഏത് അവസ്ഥ വേണമെങ്കിലും വരാം. ഇപ്പോഴും നമ്മൾ മഹാഭാരതത്തിലേക്ക് പോവുകയാണെങ്കിൽ കർണന്റെ തേരിന്റെ ചക്രം മണ്ണിൽ വീഴ്ന്നു പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെയ്യാൻ പാടില്ല. എന്നാൽ അർജുനൻ എന്ത് ചെയ്തു? അവനെ അമ്പെയ്തി കൊന്നു. അപ്പോഴത് ആ കർണൻ ചോദിക്കുന്നുണ്ട് കൃഷ്ണനെടുത്ത്. അപ്പൊ കൃഷ്ണൻ ചെന്ന് അതിന്റെ ന്യായങ്ങൾ എടുത്തു പറയുകയാണ് ചെയ്തത്. നീ ചെയ്ത തെറ്റിനാണ് നിനക്ക് ഈ ശിക്ഷ കിട്ടിയത് എന്ന് വരെ പറഞ്ഞ് അത് ഇത് ശരിയാണെന്ന് പറയാണ്. അതുപോലെ തന്നെയാണ് രാമായണത്തിൽ ബാലിയെ കൊല്ലുവാനായിട്ട് രാമൻ മറഞ്ഞിരുന്ന് കൊല്ലുന്നു. കാരണം ബാലിയുടെ നേരെ നിന്നാൽ ബാലിയുടെ ശക്തിയുടെ പകുതി, ഇവരുടെ ശക്തിയുടെ പകുതി ബാലിക്ക് പോകുമല്ലോ. അതുകൊണ്ട് രാമൻ മറഞ്ഞിരുന്ന് കൊല്ലും. അവിടെയും കമ്പർ പറഞ്ഞിട്ടുണ്ട്, രാമൻ ചെയ്തത് ഇങ്ങനെ ആയിപ്പോയി, അതിനെ ന്യായീകരിക്കുകയാണ്. രാമൻ എന്തുകൊണ്ട് അത് തെറ്റ് ചെയ്തു? കാരണം അവനൊരു മനുഷ്യപ്പിറവിയാണ്. മനുഷ്യജന്മമാണെങ്കിൽ തെറ്റ് സഹജമാണ്. അതുകൊണ്ടാണ് രാമൻ അങ്ങനെ ചെയ്തത്. മാത്രമല്ല നീ ചെയ്തത് അധർമ്മമാണ്, അതിന് കിട്ടിയ ശിക്ഷയാണ് എന്നും അവിടെ പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ട്. എന്നാൽ രാമനെ തന്നെ കമ്പർ യുദ്ധകാണ്ഡത്തിൽ രാവണൻ ഒരു ഇതില് തോറ്റുപോയി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ രാമൻ അന്ന് തന്നെ ആ യുദ്ധം അവസാനിപ്പിക്കാം, രാവണൻ തോറ്റു എന്ന് പറഞ്ഞ്. എന്നാൽ രാമൻ അത് ചെയ്തില്ല. രാവണന്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ രാമൻ പറയുകയാണ്, ഇവിടെ ആ കമ്പരാമായണത്തിൽ വരുന്ന ആ ലൈൻ വളരെ ഫേമസ് ആയ ഒരു ലൈനാണ്, ഇன்று പോയി നാളെ വാ എന്ന് വെച്ചാൽ ഇന്ന് യുദ്ധം കഴിഞ്ഞു, ഇന്ന് നീ പോ, കാരണം നിന്റെ കയ്യിൽ ആയുധങ്ങളൊന്നും തന്നെ ഇല്ല, നാളേക്ക് നീ വാ എന്ന് പറയും. എന്നാൽ അതിനെ കമ്പൻ ഇനിയും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പറയും, രാവണന്റെ ഇത് രാമന്റെ നല്ല മനസ്സാണ്. അപ്പൊ അവിടെ ആ ഒരു യുദ്ധം ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നു. അതാണ് ഇവിടെ വള്ളുവരും പറഞ്ഞിരിക്കുന്നത്. അവൻ ഒൻറുറ്റക്കാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നെങ്കിൽ അവന്റെ തേര് പൊഴുന്നു പോവുകയോ അല്ലെങ്കിൽ തേരില്ലാതിരിക്കുകയോ ആയുധങ്ങൾ ഇല്ലാതെ നിരായുധപാണിയാകെ നിൽക്കുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഊരാൺമൈ മറ്റതന്നെ ഇത്, വേറെ ഒന്നുമില്ല, ഓടിച്ചെന്ന് അവനെ സഹായിക്കുക എന്നുള്ളതാണ് ഈ പൗരുഷം എന്ന് പറയുന്നത്. അത് രാവണനെ പറഞ്ഞ് ആ വാക്കുകൾ കൊണ്ട് തന്നെ കമ്പർ രാവണനെയും പറയുന്നുണ്ട്. രാമൻ ചെയ്തു കഴിഞ്ഞപ്പോൾ രാവണൻ തിരിച്ച് പോകുന്ന വഴിക്ക് അവനെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറയുന്നുണ്ട്, നിലമകളല്ലത് വേറൊണ്ടെയും പാക്കാമൽ ചെല്ലാൻ. നിലമകൾ എന്ന് പറഞ്ഞാൽ ഭൂമിയെ മാത്രം തല കുമ്പിട്ട് വേറെ നിവർന്ന് നോക്കാതെ പോയി എന്ന്. കാരണം അത്രയ്ക്കും അവൻ രാമന്റെ ആ നല്ല മനസ്സ് കണ്ടിട്ട് അവൻ വിഷമിച്ചു. മാത്രമല്ല തോറ്റുപോയല്ലോ എന്ന വിഷമം ഇതല്ല. ഇതാണ് കമ്പന്റെ ഒരു കവിത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു ഇത് തന്നെയാണ് വള്ളുവരും പറഞ്ഞിരിക്കുന്നത്. ഒരു യുദ്ധക്കളത്തിൽ നിന്റെ കഴിവ് പ്രകടിപ്പിക്കുക,
നിന്റെ ആണത്വം പ്രകടിപ്പിക്കുക, നിന്റെ പൗരുഷം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് നീ എതിർത്ത് നിന്ന് ജയിക്കുക എന്നുള്ളതാണ്. എന്നാൽ ആ എതിരാളിക്ക് തന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഉതകണം എന്നാണ് പറയുന്നത്. അതാണ് നിന്റെ എന്താണ് പൗരുഷം എന്ന് പറയുന്നതിന്റെ ഉയർച്ച. അതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഊറാണ്മൈ മറ്റതന്നേത്, വേറെ എല്ലാത്തിനേക്കാളും നല്ലതും നല്ല ഒരു ഗുണമുള്ള നല്ല ഒരു എന്താണ് മഹത്വം നിറഞ്ഞതാണ് എന്നാണ് ഈ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. തിരുക്കുറൾ അധികാരം 78 പടയിച്ചെരുക്കു യുദ്ധവീര്യം. കുറൾ 773 പേരാൺമൈ എൻപ തറുകൺ പൊൻറ്റുറ്റക്കാൽ ഊരാൺമൈ മറ്റതൻ ഏകു മികവാർന്ന പൗരുഷം ശത്രുവിൽ ശൗര്യമൊരു പതനത്തിൽ അലിവതിനു മൂർച്ച. പൗരുഷത്തിന്റെ പരിപൂർണത എന്നത് എതിരാളികളോട് പൊരുതുമ്പോൾ മുഖം നോക്കാതെ പ്രകടിപ്പിക്കുന്ന ശൗര്യം തന്നെയാണ്. എന്നാൽ ആ എതിരാളികൾക്ക് തോൽവി കൊണ്ട് ഒരു ദയനീയാവസ്ഥ വന്നു ചേർന്നാൽ പിന്നെയും അവരിൽ ശൗര്യം കാണിക്കുകയല്ല വേണ്ടത്, അവരോട് ഔദാര്യം കാണിക്കുകയും അവർക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്യുകയുമാണ് വേണ്ടത്. ആ ഔദാര്യം പൗരുഷത്തെക്കാൾ ഉയർന്ന ഗുണമായി കണക്കാക്കപ്പെടും. പരാജിതരിൽ വീണ്ടും ആയുധം പ്രയോഗിക്കുക എന്നതാണല്ലോ യുദ്ധധർമ്മം. കരുണയാണ് യഥാർത്ഥ പുരുഷാർത്ഥം. ശക്തി എന്നത് ആയുധങ്ങളിലോ അധികാരത്തിലോ മാത്രം ഒതുങ്ങുന്നതല്ല. ശക്തി ഉണ്ടായിട്ടും കരുണ കാണിക്കാനുള്ള മനോബലമുള്ളിടത്താണ് യഥാർത്ഥ പുരുഷാർത്ഥം തെളിയുന്നത്. ക്രൂരത ചെറുമനസ്സിന്റെ ലക്ഷണമാണ്. പ്രതികാരവും വൈരവും ഏറ്റവും എളുപ്പമാണ്. പക്ഷേ ദുരിതത്തിലായ ശത്രുവിനോടും ദയ കാണിക്കുക എന്നത് വലിയ ഹൃദയത്തിന്റെ അടയാളമാണ്. ഇന്ത്യൻ ചരിത്രം ഇതിന് സാക്ഷിയാണ്. കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തി വിജയത്തിന്റെ അഹങ്കാരം ഉപേക്ഷിച്ചു. പരാജിതരോടും ശത്രുക്കളോടും കരുണ കാണിച്ചപ്പോൾ അദ്ദേഹം ഒരു ജേതാവിൽ നിന്ന് മഹാനായ ഒരു ഭരണാധികാരിയായി മാറി. ശക്തിയുടെ പരമാവധി രൂപം ആത്മനിയന്ത്രണവും ധാർമ്മിക ബോധവുമാണെന്ന് തെളിയിക്കുകയാണ് ഇവിടെ. ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനെ പഠിപ്പിക്കുന്നത് യുദ്ധം പോലും ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ദ്വേഷമില്ലാതെ ചെയ്യണമെന്നാണ്. കരുണയും വിവേകവും ചേർന്ന ശക്തിയാണ് യഥാർത്ഥ വീരത്വം. രാമായണത്തിൽ രാവണനെ വധിച്ച ശേഷം ശ്രീരാമൻ അവനെ ഒരു മഹാവീരനായി ആദരിക്കുകയും ലക്ഷ്മണനോട് അവനിൽ നിന്ന് ജ്ഞാനം ഗ്രഹിക്കുവാനും ഉപദേശിക്കുന്നു. തോറ്റ ശത്രുവിനോടുള്ള കരുണയാണ് ഒരു രാജാവിന്റെ യഥാർത്ഥ മഹത്വം. തിരുവള്ളുവർ എന്ന ഋഷികവി ഈ കുറളിലൂടെ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്ന് വെച്ചാൽ, ശക്തി എന്നത് അനിയന്ത്രിതമായ ക്രൂരതയല്ല, മറിച്ച് നിയന്ത്രിതമായ ബലം, ധാർമ്മികത, കരുണ എന്നിവയുടെ സമന്വയമാണെന്നാണ്. ഒരു സൈന്യത്തിന്റെയും ഒരു നേതാവിന്റെയും മഹത്വം ശത്രുവിനെ തോൽപ്പിക്കുന്നതിൽ മാത്രമല്ല, തോറ്റവനോടും മാനുഷികത പുലർത്തുന്നതിലുമാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ കാണാവുന്ന ഒരു കാഴ്ചയാണ്. ക്രിക്കറ്റ് കളി എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. നമുക്കറിയാം, പരസ്പരം ശത്രുക്കളെ പോലെ പൊരുതുന്ന രണ്ട് ടീമുകൾ. അപ്പം ഒരു പന്തൊക്കെ എതിർഭാഗത്തുള്ള ഒരാളുടെ ദേഹത്ത് തട്ടി പരിക്കു പറ്റിയാൽ സ്നേഹത്തോടു കൂടി ഓടിച്ചെന്ന് അവനെ പരിചരിക്കുകയും എഴുന്നേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നിത്യേനയുള്ള ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. നമുക്ക് മനുഷ്യത്വം എന്നുള്ളത് ഒരു നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു നേർക്കാഴ്ചയാണ് അതെല്ലാം. നമുക്കും മനുഷ്യത്വമുള്ളവരാകാം. ഇത് വലിയൊരു സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. കുറൾ 773 പോരാൺമൈ എൻപ തറുകൺ ഒൻറ്റുറ്റക്കാൽ ഊരാൺമൈ മറ്റതൻ ഏകു മികവാർന്ന പൗരുഷം ശത്രുവിൽ ശൗര്യം ഒരു പതനത്തിൽ അലിവതിനു മൂർച്ച. താങ്ക് യു. Quran 773. Manliness is merciless, yet kindness shown to enemies in distress is said to be greatness of mankind. To illustrate the profound wisdom of chapter couplet 773, we can look to the legendary chivalry often found in ancient Tamil and Indian history. The chivalry of the great warrior. During a fierce battle, a powerful king finally disarmed his rival, leaving the opponent standing empty-handed and vulnerable on the field. While the manliness of war
usually demands the swift destruction of the enemy. The king lowered his sword, refusing to strike an unarmed man. He recognized that his opponent was in distress and offered him a chance to rest and return the next day with a fresh weapon. This story perfectly captures Walluva's teaching. While a soldier must be ruthless in the heat of combat, true greatness lies in showing mercy when the enemy is defeated. It suggests that a warrior's physical strength is secondary to his moral strength, which allows him to treat a fallen foe with human dignity. By sparing the distressed enemy, the king transformed a simple military victory into a lasting legacy of noble character and supreme humanity. Manliness is merciless, yet kindness shown to enemies in distress is said to be greatness of mankind. Thank you. 774 കുറളാണ്. കൈവേൽ കളിറ്റൊട് പോക്കി വരുபவൻ മെയ്വേൽ പറയാ നകും. അതായത് ഇതും ഈ നൂഴിലാട്ട് എന്ന് പറയും. നൂഴിലാട്ട് എന്ന് പറഞ്ഞാൽ അത് ഈ പുറത്തിണകളിൽ വരുന്ന ഒരു തുറയാണ്. അതായത് കൊന്നു കുവിക്കുക എന്നുള്ളതാണ് ആ നൂഴിലാട്ട്. കൊന്നു കുവിച്ച ആ മഹിമയെ കുറിച്ച് പറയുന്ന തുറയാണ് നൂഴിലാട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇതിൽ പറയാൻ കാരണം കൈവേൽ കളിറ്റൊട് യുദ്ധത്തിൽ എതിരാളിയോട് യുദ്ധം ചെയ്ത് അവരുടെ ഇപ്പം ഇന്നത്തെ കാലം പോലെയല്ല, അന്ന് വേൽപ്പട എന്ന് പറയും. വേൽപ്പട എന്ന് പറഞ്ഞാല് ഈ തറപ്പട, തറയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന വേല്, ഈട്ടി ഇതൊക്കെ വെച്ച് ചെയ്യുന്നവരാണ്. അതിൽ വേലെന്ന് പറയുന്നത് ഒരു വിഭാഗമാണ്. പിന്നെ തേർപ്പട എന്ന് പറഞ്ഞാൽ തേരിലൂടെ മാത്രം, അത് കൂടുതലും രാജാക്കന്മാരാണ് ചെയ്യുന്നത്. പിന്നെ സേനാ ദളപതി ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവര് യാനൈപ്പട, കുതിരൈപ്പട എന്നുണ്ട്. യാനൈപ്പടയാണെങ്കിൽ യാനയോട് ചെന്ന് യുദ്ധം ചെയ്യും. മറ്റുള്ളവരെയും അവർക്ക് ആനയിൽ വരുന്നവര് ഈ കാലാൾപ്പടയെയും അവര് ആക്രമിക്കും. അപ്പൊ അങ്ങനെ വന്ന ഒരു ഭടൻ അവനെ ആക്രമിക്കാൻ വന്ന ആനയെ ഇവൻ തളച്ചു എന്നല്ല, അതിനെ വേല് കൊണ്ട് എറിഞ്ഞു. കൈവേൽ കളിറ്റൊട്, കളിറി എന്ന് പറഞ്ഞാൽ ആന, ആ കൈവേൽ കളിറ്റൊട് എന്ന് പറഞ്ഞാൽ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ആയുധമാണ് വേല്. ആ വേല് കൊണ്ട് ആനയുടെ പുറത്തെറിഞ്ഞ് ആനയെ കൊല്ലുകയും ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവന്റെ കയ്യിൽ ആയുധങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ ഒരു നിരായുധപാണിയായി നിൽക്കുന്ന ഒരുവനടുത്ത് യുദ്ധം ചെയ്യാൻ അവന് പറ്റില്ല. പക്ഷെ ഇവൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല്, പോക്കി വരുபவൻ, അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നവൻ, മെയ് വേൽ പറയാ നകും, അവൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിൽ, അവന്റെ നെഞ്ചില് എതിരാളിയുടെ വേല് വന്ന് തറച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വേലിനെ അവന്റെ നെഞ്ചിൽ നിന്നും അവൻ എടുത്തുകൊണ്ട് നഹും എന്ന് പറഞ്ഞാൽ ആഹ്ലാദിക്കുന്നുണ്ട്. എന്നിട്ട് ചിരിക്കുകയാണ്. നഹുദൽ എന്ന് പറഞ്ഞാൽ ചിരിക്കുക എന്നാണ്. ഇവിടെ അവൻ സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ്. കാരണം അവന് യുദ്ധം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ആയുധം അവന്റെ കയ്യിൽ കിട്ടി. എതിരാളിയുടെ വേലാണെങ്കിലും അവന്റെ നെഞ്ചിൽ തറച്ച ആ പുണ്ണിന്റെ വേദനയോ അതുകൊണ്ടുള്ള ഒന്നും തന്നെ അവൻ ഉണരുന്നില്ല. എന്നാൽ അവൻ എപ്പോൾ ആഹ്ലാദിക്കാൻ കാരണം അതിൽ നിന്ന് കിട്ടിയ ആ ഒരു ആയുധമെങ്കിലും എന്റെ കയ്യിലുണ്ടല്ലോ, അപ്പൊ എനിക്ക് വീണ്ടും യുദ്ധം ചെയ്യാൻ കഴിയും. അതായത് ഇവിടെ വേറെ ഒന്നും കൂടി ഞാൻ ഇതിന്റെ ഒരു യോജിക്കുന്ന ഒരു സംഭവം കൂടി പറയാം. സംഘം ലിറ്ററേച്ചറിലാണെങ്കിൽ ഈ പുറനാനൂറ് കേട്ട് കാണും. ഈ പുറനാനൂറാണ് തമിഴ് കൾച്ചറിന്റെ കരുവൂലം എന്ന് പറയും, ട്രഷർ എന്നാണ് പറയുന്നത്. കാരണം അതില് തമിഴരുടെ ഒരുപാട് സംസ്കാരം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിൽ വരുന്നതിൽ ഒരു പാട്ടില് ഈ പറയുന്നത്, യുദ്ധം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ ആദ്യം
ഒരു സ്ത്രീ ഇപ്പൊ ഒരു കൊച്ചുകുട്ടിയെ ഒരുക്കുകയാണ്. അവന്റെ കയ്യില് ഈ വേല് കൊടുത്തിട്ട്, അവന് കൊച്ചു ബാലകനാണ്, അവന് നല്ല വയസ്സ് വന്നിട്ടില്ല. എന്നാൽ അവൻ ആ മുണ്ടും കൊടുത്ത് അമ്മ ഒരു കുട്ടിയെ ഒരുക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രായമേ അവനുള്ളൂ. എന്നിട്ട് പോലും ആ പയ്യനെ യുദ്ധത്തിലേക്ക് വിടുകയാണ്. കാരണം ആദ്യത്തെ ദിവസം അവളുടെ ഹസ്ബൻഡ് മരിച്ചു യുദ്ധം ചെയ്ത്. അടുത്ത ദിവസം ഇവളുടെ അച്ഛൻ മരിച്ചു. അതിന്റെ അടുത്ത ദിവസം അവളുടെ സഹോദരൻ മരിച്ചു. അപ്പൊ ഇവരുടെ വീട്ടിലുള്ള ആണുങ്ങൾ എല്ലാവരും തന്നെ യുദ്ധം ചെയ്ത് മരിച്ചു കഴിഞ്ഞു. എന്നാൽ അവസാനമുള്ളത് ഈ പയ്യനാണ്. അപ്പൊ തന്റെ മകനാണെങ്കിൽ ഏതൊരു അമ്മയും തന്റെ മകനെ കുരുതിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കില്ല. എന്നാൽ ഈ സ്ത്രീ അങ്ങനെ പറയാണ്. കാരണം അന്നത്തെ സ്ത്രീകൾ അങ്ങനെ ആയിരുന്നു. രാജ്യത്തിന് വേണ്ടി തന്റെ മക്കളെ കൊടുക്കാനും ബലി കഴിക്കാനും അവർ തയ്യാറാണ്. അപ്പോൾ അതുപോലെ യുദ്ധം ചെയ്യുന്നതിൽ ആ അന്നത്തെ ഈ ഭടന്മാർ എത്രത്തോളം രാജ്യത്തിന് വേണ്ടി അർപ്പണാബോധത്തോടുകൂടി അവർ ചെയ്തു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഖുറൽ. അതാണ് കൈവേൽ. അവന്റെ കയ്യിലുള്ള വേല് കൊണ്ട് ആനയുടെ പുറത്ത് ആ വേല് എയ്തു. ഇത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് ആന വീഴുകയും ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവന് കയ്യിൽ ആയുധങ്ങളൊന്നും എന്നെ ഇല്ല. മെയ്വേൽ പറയാനകും. മെയ് എന്ന് പറഞ്ഞാൽ ശരീരം. അവന്റെ ശരീരത്തിൽ തറച്ച എതിരാളി ചെയ്ത വേലാണ്. അത് തറച്ച ആ വേല് പറിച്ചിട്ട് അവൻ സന്തോഷത്തിൽ ആഹ്ലാദിക്കുകയാണ്. ഇത് പറയാൻ കാരണം അവന് യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹം, തന്റെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം. ഇത്രയും അവന്റെ നെഞ്ചില് ഇങ്ങനെ ഒരു വേല് കൊണ്ടാണെങ്കിൽ എത്രത്തോളം വേദന കാണും. അതൊന്നും അവൻ കാര്യമാക്കുന്നില്ല. എന്റെ രാജാവിന് വേണ്ടി, എന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ ഇനിയും യുദ്ധം ചെയ്യും എന്നാണ് അവൻ അങ്ങനെ ഒരു സന്തോഷത്തിൽ ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കൈവേൽ കളിറ്റൊടു പൊക്കി വരുപവൻ മെയ്വേൽ പറയാനകും. കയ്യിലെ വേലിനെ ആനമേലെറിഞ്ഞിട്ടു ആപത്തിൻ മധ്യത്തിൽ നെഞ്ചിൽ നിന്നൂരിടും. കൈവേലാൽ ആനയെ വീഴ്ത്തി വരുപവൻ തൻ മെയ്വേൽ പറിച്ചൂരിക്കും. ഈ ഖുറലിൽ സൈന്യത്തിന്റെ ശക്തിയെ പറ്റിയാണ് വർണ്ണിച്ചിരിക്കുന്നത്. തിരുക്കുറൾ അധികാരം 774, ഖുറൽ 78. അധികാരം 78, ഖുറൽ 774. യുദ്ധത്തിൽ എന്ന് വെച്ചാൽ നെഞ്ചിൽ ശൂലം തറച്ച് എങ്കിലും അത് കൂട്ടാക്കാതെ കല്ലിലുള്ള വേലിനെ എതിർത്തു വന്ന ആനയ്ക്ക് പ്രയോഗിക്കുകയും വേറെ ആയുധം തിരഞ്ഞു കിട്ടാത്തതിനാൽ തന്റെ മാറിൽ തറച്ചിരിക്കുന്ന ഒരു ശൂലം വലിച്ചു ഊരിയെടുത്ത് സന്തോഷത്തോടുകൂടി, അത് തന്റെ മാറിൽ ആയുധം തറച്ചതോ ഓർമ്മിക്കുന്നില്ല, യുദ്ധത്തിൽ വിജയിക്കുക അതുമാത്രമാണ് ചിന്തിക്കുന്നത്. ആയുധം കിട്ടിയ സന്തോഷമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേറെ ആനയെ എതിരിടാൻ ചെല്ലുന്നവനാണ് നായകൻ. അതാണ് ഒരു യുദ്ധത്തിന്റെ വീരനായകൻ. ഇവിടെ ശത്രുവിന്റെ ശൂലൻ മാറിൽ തറച്ചത് ആ വീരൻ അറിയുന്നില്ല. അയാളുടെ മുഴുവൻ ശക്തിയും ജാഗ്രതയും ശത്രുവിനെ എതിരിട്ട് തോൽപ്പിക്കുക, അതിലാണ് വ്യഗ്രത ആയിരിക്കുന്നത്. കൂടാതെ യുദ്ധത്തിന് പരിശീലിപ്പിച്ച ഒരു കൊലയാന വരുമ്പോൾ അതിനെ അടുത്ത് നിന്ന് ശൂലം കൊണ്ട് പൊരുതണമെങ്കിൽ ആ വീര്യശൗര്യങ്ങൾ പ്രശംസനീയങ്ങൾ തന്നെയാണ്. പിന്നെയും വേറെ ആന വന്ന് എതിരിടുമ്പോൾ ആയുധമന്വേഷിക്കുന്ന ആ വീരൻ തന്നെ അറിയാതെ തന്റെ ശരീരത്തിൽ തറച്ച ആയുധമെടുത്ത് യുദ്ധം ചെയ്യുകയാണ്. അത്രത്തോളം വീര്യവും സഹനശക്തിയും ഉണ്ടെന്ന് സാരം. ആ വേദനയൊന്നും അറിയുന്നില്ല. ശൂലത്തെ വലിച്ചൂരി ആയുധം കിട്ടി. ഇപ്പൊ എനിക്ക് ആയുധം കിട്ടി, കയ്യിൽ ആയുധം ഇല്ല, പക്ഷെ നെഞ്ചു തറച്ച ആയുധത്തിനെ വലിച്ചൂരി ആയുധം കിട്ടിയ സന്തോഷത്തോടുകൂടി യുദ്ധം ചെയ്യാം എന്ന് കരുതുന്നു. ഇവിടെ ശൂലം തറച്ചിരിക്കുന്ന വേദനയേക്കാൾ മർമ്മഭേദകമാണ് അത് വലിച്ചു ഊരി എടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. എന്നാലും അതൊന്നും സാരമാക്കുന്നില്ല. അതുമായ സന്തോഷത്തോടുകൂടി സഹിച്ച് വീണ്ടും യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ കവിഞ്ഞ് വീര്യം ശൗര്യങ്ങൾ സാധാരണ സാധ്യമല്ല. ഇത്തരത്തിലുള്ള ഉത്തമ യോദ്ധാക്കളും അന്ന് ഭാരതത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല ഭാഗങ്ങളിൽ ഇതും വ്യക്തമാകുന്നുണ്ട്. യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരുവൻ തന്റെ ശരീരത്തെക്കുറിച്ചോ തന്റെ ജീവനെ കുറിച്ചോ ഒന്നും അറിയുന്നില്ല.
പിന്നെ എന്താണ്? ചെയ്യുന്ന കാര്യത്തോട് നീതി പുലർത്തി ശത്രുവിനെ നേരിടുമ്പോൾ തന്റെ ദേഹത്ത് തറയ്ക്കുന്ന ശൂലത്തെ അറിയുന്നില്ല എന്ന് സാരം. സാഹസത്തോടെ വീറും വാശിയുമായി യുദ്ധം തുടരുന്നു. എന്നാൽ ബലവാനായ ഒരു ശത്രു അടുക്കുമ്പോൾ തന്റെ ശരീരത്തിൽ തറച്ച ശൂലം വലിച്ചൂരി വേദനയാൽ ശത്രുവിനെതിരെ എറി. ഇതൊരു ധീര പരാക്രമിക്ക് മാത്രമേ കഴിയൂ. സ്വയരക്ഷയും ഒപ്പം രാജ്യരക്ഷയും ഈ ധീരയോദ്ധാവിന്റെ കർത്തവ്യമായി ഭവിക്കുന്നുവെന്ന് അർത്ഥം. ആയുധമില്ലെങ്കിലും അടരാടുക. ആയുധമില്ലാത്തവൻ അടരാടുന്നത് എങ്ങനെയെന്നാണ് പറയുന്നത്. പക്ഷെ ഇല്ലെങ്കിലും അത് മറ്റൊരു തരത്തിൽ നേടിയെടുത്ത് യുദ്ധം ചെയ്ത് വിജയം വരിക്കാൻ തയ്യാറാണ്. കുറൾ 774. കൈവേൽ കളിറ്റൊടു പൊക്കി വരുപവൻ മെയ്വേൽ പറയാനകം. കുറൽ 774. കൈവേൽ കളിറ്റൊട് പോക്കി ഒരു പവൻ മെയ്വേൽ പറയാനകും. Spear thrown towards elephant and stuck himself, the brave fighter will pluck it out and use the same to attack enemy. Brave fighters will face enemy with standing killing pain. The hero who, having hurled his spear at an elephant, comes seeking another, will laugh and pluck out the spear that pierces his own body. It praises a warrior's fearlessness and focus, removing a spear from his own body while searching for another weapon to continue fighting. This Qural emphasizes the extreme valor and martial spirit of a soldier who is so consumed by the fight that a wound becomes a minor inconvenience, inspiring him to laugh and carry on. കൈവേൽ കളിറ്റൊടു പോക്കി വരുപവൻ അപ്പൊ ഒരുവേൽ പറയാനാകും. താങ്ക് യു ആൾ. ഓവർ. 775 കുറൾ. വിഴിത്ത കൺ വേൽ കൊണ്ടെറിയ അഴിത്തിമൈപ്പിൻ പൊട്ടൻഡോ വൻകൺ അവർക്ക്. ഇതും ഒരു ഭടന്റെ ക്യാരക്ടർ, അതായത് ഒരു ഭടൻ എങ്ങനെ ആയിരിക്കണം, അവന് ചേരാത്ത സംഭവം എന്താണ് എന്നാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. വിഴിത്ത കൺ, ഈ എതിരാളിയെ, ശത്രുക്കളെ കാണുമ്പോൾ അവന്റെ കണ്ണ് ചുമക്കാറുണ്ട്. രാജാവായാലും ശരി തന്നെ, ഭടനായാലും. അപ്പൊ ഒരു സാധാരണ ഫ്രണ്ട്സിനെ കാണുന്ന പോലെ ആയിരിക്കില്ലല്ലോ, റിലേറ്റീവ്സിനെയൊക്കെ കാണുന്ന പോലെ ആയിരിക്കില്ലല്ലോ നമ്മള് യുദ്ധക്കളത്തിൽ എത്തുമ്പോൾ എതിരാളിയെ നോക്കുന്നത്. അപ്പോ അങ്ങനെ എതിരാളിയെ നോക്കുന്ന ആ കണ്ണ് നമ്മള് ഇത് അടച്ചു തുറക്കുമല്ലോ, അത് സ്വാഭാവികമായി നടക്കുന്ന ഒന്നാണ്. അതിനെ പോലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പോലും, അതായത് ഈ തമിഴിൽ പറയുമ്പോൾ ഇമയ്ക്കുക എന്ന് പറയും. ഇമയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിങ്ങനെ അടച്ചു തുറക്കുക. അത് സാധാരണ നമ്മൾ അറിഞ്ഞല്ല ചെയ്യുന്നത്, സ്വാഭാവികമായി റൊട്ടീനായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അതിനെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഴിത്ത കൺ വേൽ കൊണ്ടെറിയ, എതിരാളി അവിടെ നിന്ന് ഒരു വേല് കൊണ്ട് എറിയുകയാണെങ്കിൽ അതിനെ കണ്ട് കണ്ണ് ചിമ്മുന്നത് പോലും അത് ഈ നല്ല യോദ്ധാവിന് ചേരുന്നതല്ല. അഴിത്തിമൈപ്പിൻ ഒട്ടൻഡു വൻകൺ അവർക്ക്. അങ്ങനെ വേല് എറിയുമ്പോൾ സാധാരണ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ചു പോകും. അപ്പോ അങ്ങനെ ആ നോക്കിയ അതായത് ഒരു എതിരാളിയെ നോക്കുന്ന ആ കണ്ണ് ചിമ്മുകയെ പാടില്ല. അതും അവിടെ നിന്ന് വേല് നമ്മുടെ നേർക്ക് എറിയുകയാണെങ്കിൽ പോലും ഒട്ടൻഡോ വൻകൺ അവർക്ക്, അതായത് നല്ല ഒരു യോദ്ധാവാണെങ്കിൽ ആ കണ്ണ് അടയ്ക്കുക പോലും ചെയ്യരുത്, ചിമ്മരുത്. അങ്ങനെ ചിമ്മിയാൽ പോലും അതുപോലും അവന് അത് നല്ല സ്വഭാവമല്ല എന്നാണ് പറയുന്നത്. നല്ല ഭടന്റെ സ്വഭാവമല്ല എന്നാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കുറൾ 775. വിഴിത്ത കൺവേൽ കൊണ്ടെറിയ
അഴുത്തി മൈപ്പിൻ ഓട്ടൻറ്റോ വൻ കണവർക്കു. തുറമിഴി ശത്രുവേലെറിയവേ ഇമജിമ്മി അടയുകിൽ വീരനതു തോൽവി. തുറമിഴി ശത്രുവേലെറിയവേ ഇമജിമ്മി അടയുകിൽ വീരനത് തോൽവി. ശത്രുക്കളെ പകയോടെ തുറിച്ചു നോക്കുന്ന കണ്ണുകളിൽ വേൽ കൊണ്ട് എറിയുന്നേരം കണ്ണറിയാതെ ചിമ്മുകയാണെങ്കിൽ ആ വീരന്മാർക്ക് അത് തോൽവിക്ക് സമം എന്നാണ് ഈ ഖുറൽ പറയുന്നത്. എതിരാളിയോടുള്ള അടങ്ങാത്ത ക്രോധത്തോടെ തുറന്നു പിടിച്ച ജ്വലിക്കുന്ന കണ്ണ് അവർ എറിയുന്ന വേൽ നേർക്കുനേർ വരുന്നതായി കണ്ടാൽ പോലും ഇമ ചിമ്മാൻ പാടില്ലാത്തതാകുന്നു. വീരന്മാരെ സംബന്ധിച്ചിടത്തോളം, ധൈര്യശാലികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരെ വരുന്ന എന്ത് ആക്രമണവും ആയിക്കോട്ടെ അതിനെ സധൈര്യം നേരിടുക. അത് ഇതിനെ കണ്ണിനോട് ചേർത്ത് പറയുന്നു എന്ന് മാത്രം. കണ്ണ് അടയ്ക്കുക എന്ന് പറയുന്നത്, നമ്മുടെ നേരെ ഒരു കമ്പ് കൊണ്ട് വരുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കുന്നു. അങ്ങനെയുള്ള ആ കണ്ണടയ്ക്കൽ ധൈര്യവാനെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്നാണ് ഇവിടെ തിരുവള്ളുവർ പറയുന്നത്. എതിരാളിയോടുള്ള അടങ്ങാത്ത ക്രോധത്തോടെ തുറന്നു പിടിച്ചിരിക്കുന്ന ജ്വലിക്കുന്ന കണ്ണിലേക്ക് അമ്പെയ്താലും ആ അമ്പ് വരുന്നതിന് മൈൻഡ് ചെയ്യാതെ കണ്ണ് തുറന്നു പിടിച്ച് സധൈര്യത്തോടു കൂടി ആ ശത്രുവിനെ നേരിടുക എന്നുള്ള ഒരു ഉപദേശമാണ് സൈനികർക്ക് തിരുവള്ളുവർ കൊടുക്കുന്നത്. യുദ്ധത്തില് രാജ്യത്തിന് വേണ്ടി പൊരുതുന്ന സൈനികൻ, നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. യുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടി പൊരുതുന്ന സൈനികൻ എതിർ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ ആക്രമണത്തെയും സധൈര്യം നേരിടുന്നു. അതുപോലെ തന്നെ തീയിൽപ്പെട്ടവരെ രക്ഷിക്കുന്ന അഗ്നിശമന സേനാംഗം, അവര് അയ്യോ തീയാണെന്ന് പറഞ്ഞ് അവർ തിരികെ പോവുകയാണെങ്കിൽ അവർക്ക് ധൈര്യമില്ല, അല്ലെങ്കിൽ അവർ ആ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യാൻ യോഗ്യരല്ല എന്ന് നമുക്ക് പറയാം. അതുപോലെ സമൂഹത്തിന് വേണ്ടി സ്വന്തം സുരക്ഷിതത്വം വെടിയുന്ന ഒരു സാധാരണ പൗരൻ, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവരും സമൂഹത്തിന് വേണ്ടി സ്വന്തം ജീവിതം പോലും ഒഴിഞ്ഞു വെക്കുന്നവരെയും പലപ്പോഴും നമ്മൾ വാർത്തകൾ കാണാറുണ്ട്. നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ ഭൂരിഭാഗം പേരും വാർത്തകൾ കാണുന്നു, പരിതപിക്കുന്നു, ദുഃഖം പ്രകടിപ്പിക്കുന്നു, ചിലർ രോഷാകുലരാകുന്നു. അതെല്ലാം വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും അടുത്ത വാർത്ത വരുന്നു, അത് കാണുന്നു, വീണ്ടും ഇതേ പ്രതികരണങ്ങൾ തന്നെ നമ്മൾ ഘോരഘോരമായി മുഴക്കുന്നു. എന്നാൽ ചില വീരർ, അവരെ വീരർ എന്ന് തന്നെ പറയണം, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവര്, അവരെ ധീരർ തന്നെയാണ്. അവർ ഏത് അന്യായത്തെയും ശക്തിയുക്തം എതിർക്കുകയും വേണ്ടി വന്നാൽ കേസുകൾ തന്നെ ഫയൽ ചെയ്യുകയും ചെയ്യും. അങ്ങനെ അവർ നമുക്ക് നേടിത്തരുന്ന, അങ്ങേയറ്റം വരെ പോയി നേടിത്തരുന്ന സാമൂഹ നീതി അവർ നേടിയെടുക്കുകയും അവര് ധീരരെന്ന് നമുക്ക് പറയുകയും ചെയ്യാം. സ്വജീവന് ഭീഷണി ഉണ്ടായാൽ കൂടി ഭീരുത്വ കുപ്പായം അണിയാത്ത ഇവർ നമ്മുടെ സമൂഹത്തിലുള്ളതാണ്. അവരുടെ നിഴലിൽ നമ്മളും എല്ലാ നീതികളും ഏറ്റുകൊണ്ട് സ്വൈരമായി ജീവിക്കുകയാണ്. ഇത് തന്നെയാണ് ഈ ഖുറനിലൂടെ പറയുന്നത്. ഏത് പ്രതിസന്ധി വന്നാലും ഏത് യുദ്ധം വന്നാലും നമ്മൾ ധൈര്യത്തോടുകൂടി മുന്നേറുക, അത് ഏത് ഫീൽഡിലാണെങ്കിൽ കൂടിയും എന്ന് ഈ ഖുറൻ നമുക്ക് വഴികാട്ടിയായി പറഞ്ഞു തരുന്നു. ഖുറൽ 775 വിഴുത്തകൺവേൽ കൊണ്ടറിയ അഴുത്തിമൈപ്പിൻ ഓട്ടൻറ്റോ വൻ കണവർക്കു. തുറമിഴി ശത്രു വേലറിയവേ ഇമ ചിമ്മി അടയുകിൽ വീരനത് തോൽവി. ഓവർ. താങ്ക് യു സർ. കുറൽ 775 വിഴിത്തകൺവേൽ കൊണ്ടെറിയ അഴുതി മൈപ്പിൻ ഓട്ടൻറ്റോ വൻ കണവർക്ക്. It is not defeat for the courageous even to shut eyes while enemy throws those which were fiercely starting at him. It is on military spirit speaks about a hero's honor. It is shameful for a brave warrior
to even let his watchful eyes blink when an army throws a spear, as it implies a momentary fear of hesitation, which is akin to turning back in battle. The Quran 775 highlights that a true hero's gaze should remain steadfast and unwavering even in the face of deadly attacks, to uphold their valor and reputation. Its meaning, a warrior's courage is so paramount that even a natural reflex like blinking, when facing imminent danger like a spear, is considered a betrayal of their bravery and a cause for shame. Thank you. Over. അടുത്തത് 777 കുറളാണ്. ചുഴലും ഇസൈ വേണ്ടി വേണ്ടാ വീരാർ കഴൽ യാപ്പ് കാരികை നീർത്ത്. സോറി, 77 അല്ല, 76 ഞാൻ ഒരെണ്ണം വിട്ടുപോയി. വിഴുപ്പുൺ പടാത നാളെല്ലാം വഴുക്കിനുൾ വയ്ക്കും തൻ ആളെ എടുത്ത്. 776 കുറളാണ്. അതായത് ഒരു യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുന്ന ഭടന്മാരെ കുറിച്ചും രാജാവിനെ കുറിച്ചുമുള്ള ഇതാണല്ലോ ഇതിൽ പറയുന്നത്. അതിൽ അവര് ചെരുക്ക് എന്ന് പറഞ്ഞാൽ അഹങ്കാരം അല്ലെങ്കിൽ കുറച്ചും കൂടി ഗർവിലിരിക്കുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. ഇത് ഈ പാട്ടിലും കൂടി അത് തന്നെയാണ് പറയുന്നത്. യുദ്ധം നടക്കുമ്പോൾ വിഴുപ്പുൺ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തത് കൊണ്ട് അവനിൽ ഒരു ഭടനെ കിട്ടുന്ന പുണ്ണാണ്. പുണ്ണെന്ന് പറഞ്ഞാൽ ഊണ്ട്. അതായത് അത് നെഞ്ചിൽ കൊള്ളുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് അവര് വിശേഷിപ്പിക്കുന്നത്. അത് മുഖത്തിലുമാകാം നെഞ്ചിലുമാകാം, മുതുകില് മാത്രം ആകരുത് എന്നാണ്. അതായത് പുറമുതുകിടുന്നത്. പുറമുതുകിടുക എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ട് തിരിഞ്ഞു ഓടുന്നവർക്കാണ് മുതുകില് വേലോ ഇടിയോ എന്തെങ്കിലും കൊള്ളുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല, മുഖത്തും നെഞ്ചിലും പുണ്ണാകുന്നതാണ് ഈ ഭടന്മാർക്ക് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അവർ അതിനെയാണ് നമുക്ക് മഹത്വമുള്ളതെന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിഴുപ്പുൺ പടാതെ നാൾ, അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ മുഖത്തോ അല്ലെങ്കിൽ നെഞ്ചിലോ ശരീരത്തില് ഫ്രണ്ട് പോർഷനിലോ എവിടെയെങ്കിലും ഇത് പുണ്ണോ അങ്ങനെ എന്തെങ്കിലും വിഴുപ്പുൺ ഉണ്ടാകാത്ത നാളുകൾ കാണും. ഈ യുദ്ധം പല ദിവസങ്ങൾ നടക്കുമല്ലോ. അങ്ങനെ വരുന്ന നാളുകളെ വഴുക്കിനുൾ വയ്ക്കും തൻ നാളെ എടുത്ത്. വഴുക്കിനുൾ എന്ന് പറഞ്ഞാൽ ഉപയോഗമില്ലാത്ത നാളുകൾ എന്നാണ് ഈ ഭടൻ ചിന്തിക്കുന്നത്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നല്ലൊരു യോദ്ധാവാണെങ്കിൽ അവൻ എന്താണ് നടന്നിരിക്കേണ്ടത്? അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ആയുധങ്ങൾ കൊണ്ടുള്ള വിഴുപ്പുൺ ഉണ്ടായിരിക്കണം. അത് ഇല്ലാത്ത നാളുകൾ വെറുതെ യുദ്ധം ചെയ്യാത്തത് പോലെയാണ് അവൻ അത് ഫീൽ ചെയ്യുന്നത്. കാരണം അത് ഏറ്റവും ബെസ്റ്റ് അതാണ്. അതിന്റെ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോഴും തമിഴ് കൾച്ചറില് തമിഴ് ആൾക്കാരിൽ ഒരു ആൺകുട്ടി മരിച്ചാണ് ജനിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ പോലും ആ കുട്ടിയുടെ ശരീരത്തിൽ ഒരു മുറിവ് ഉണ്ടാക്കിയാണ് ആ കുട്ടിയെ സംസ്കരിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് ഈ വിഴുപ്പുൺ, ആൺകുട്ടി ആണെങ്കിൽ വിഴുപ്പുൺ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ ഈ വിഴുപ്പുൺ അല്ലെങ്കിൽ ഈ ശരീരത്തിലെ മുറിവ് ഏൽക്കാതെ ദിവസങ്ങൾ, യുദ്ധം ചെയ്യുന്ന ദിവസങ്ങൾ വേസ്റ്റ്, അതായത് ബയനറ്റ്, വഴുക്കിനുൾ വയ്ക്കും. വഴുക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ അത് വേസ്റ്റ് ആയി പോകുന്ന ദിവസങ്ങളായാണ് ഈ ഭടൻ കരുതുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഖുർആൻ 776. വിഴുപ്പുൺ പടാത നാൾ എല്ലാം വഴുക്കിനുൾ വൈക്കുന്തൻ നാളെ എടുത്തു. വടിവേൽക്കാ നാളുകളൊക്കെയും തൻ വാഴ്വിൽ പഴുതെ എന്നെണ്ണുന്നു വീരൻ. യുദ്ധത്തിൽ മുഖത്തോ മാറത്തോ ഒരു മുറിപ്പാടെങ്കിലും ഏൽക്കാത്ത ദിവസങ്ങളെ പാഴായിപ്പോയ ദിവസങ്ങളായി കരുതി വീരർ നഷ്ടബോധത്തോടെ പരിതപിക്കുന്നു. നേർക്ക് നേരെ നിന്ന് ധീരമായി പൊരുതുന്നതിനാലാണ് മുറിപ്പാട് മുഖത്തോ മാറത്തോ ഏൽക്കുന്ന കാര്യം പറയുന്നത്. എന്നുവച്ചാൽ ഭീരുക്കൾ
കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ തന്നെ പിന്തിരിഞ്ഞ് ഓടുന്നവരാണല്ലോ. അവർക്ക് മുതുകത്തെ മുറിവേൽക്കൂ. ധീരൻ യുദ്ധത്തെ ഓർക്കുമ്പോൾ യുദ്ധത്തിൽ മഹത്വമുള്ള മുറിവുകൾ ലഭിക്കാത്ത ദിവസങ്ങളെ അവർ വൃഥാവിലായ ദിവസങ്ങളായി കണക്കാക്കുന്നു. ഈ കുറൾ വീരതയുടെ ഉച്ചസ്ഥാനം പ്രകടിപ്പിക്കുന്നു. ധീരന്റെ കാഴ്ചയിൽ യുദ്ധഭൂമിയിൽ മഹത്വത്തോടെ ഏറ്റ മുറിവുകൾ തന്നെയാണ് അവന്റെ ജീവിത വിജയത്തിന്റെ അടയാളങ്ങൾ. മുറിവില്ലാതെ കഴിഞ്ഞ ദിനങ്ങൾ അവന് ജീവിച്ചെങ്കിലും ജയിക്കാത്ത ദിവസങ്ങൾ പോലെയാണ്. കമ്പരാമായണത്തിൽ ശംഭുമാലി വധേപടലം എന്ന ഭാഗത്തിൽ ശംഭുമാലിയും ഹനുമാനുമായി യുദ്ധം ചെയ്യുന്ന ആയിരക്കണക്കിന് രാക്ഷസ പടയാളികൾ ഉൾപ്പെടുന്ന യോദ്ധാക്കൾ തങ്ങളുടെ ശരീരത്തിലേറ്റ മുറിവുകളെ അപമാനമായി അല്ല, അഭിമാനമായിട്ടാണ് സ്വീകരിക്കുന്നത്. മുറിവുകൾ അവർക്ക് ധൈര്യത്തിന്റെ മുദ്രകളായി കണക്കാക്കുന്നു. ഹനുമാന്റെ ശരീരത്തിലേറ്റ മുറിവുകളെ പുഷ്പങ്ങൾ പോലെയെന്ന് കവി വർണ്ണിച്ചിരിക്കുന്നു. രാമരാവണ യുദ്ധത്തിൽ രണ്ടുപേരും മഹത്വത്തോടെ ഏറ്റ മുറിവുകളോടെ യുദ്ധം തുടരുന്നു. വിശേഷിച്ച് രാവണൻ രാമന്റെ അമ്പുകൾ കൊണ്ട് തന്റെ ശരീരത്തിലേറ്റ മുറിവുകൾ അവന്റെ വീരചരിത്രത്തിന്റെ അലങ്കാരങ്ങളാണെന്ന് കരുതുന്നു. ഇത് കുറളിന്റെ ആത്മാവിനോട് പൂർണ്ണമായി ഒത്തുചേരുന്ന ഒരു ഉദാഹരണമാണ്. അതായത് ധീരന്റെ മനസ്സിൽ മുറിവില്ലാതെ കഴിഞ്ഞ ദിനം വീരത തെളിയിക്കാത്ത ദിനമായി കണക്കാക്കുന്നു. കുറൾ 776. വിഴുപ്പുൺ പടാത നാൾ എല്ലാം വഴുക്കിനുൾ വൈക്കുന്തൻ നാളെയെടുത്തു വടിവേൽക്കാ നാളുകളൊക്കെയും തൻ താഴ്വിൽ പഴുതേ എന്നെണ്ണുന്നു വീരൻ. താങ്ക് യു. When the brave recollects, he will reckon all the unwounded days during war as unworthy days. ഏഴാമത്തെ കുറളാണ് കഴൽ യാപ്പ് കാരികை നീർത്ത്. അത് ചുഴലും ഇസை വേണ്ടി വേണ്ടാ ഉയിരാർ കഴൽ യാപ്പ് കാരികை നീർത്ത്. അതായത് ഒരു ഭടൻ തൻ്റെ ജീവനെ പോലും വകവയ്ക്കാതെ രാജ്യത്തിന് വേണ്ടി തന്നെ അർപ്പണിക്കുകയാണ്. അങ്ങനെ അവന്റെ അങ്ങനെയുള്ള ഈ ഭടന്റെ കാലിലുള്ള കഴൽ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾ ഇടുന്ന കൊലുസുണ്ടല്ലോ, അതിന്റെ തന്നെ വേറൊരു വകഭേദമാണ് ഈ കഴൽ എന്ന് പറയുന്നത്. രാജാവിന്റെ കാലിൽ മാത്രമാണ് അത് സാധാരണ ഇടാറുള്ളത്. ഈ വീരക്കഴൽ എന്നത് പറയും. അതാണ് സ്ത്രീകൾ അണിയാറില്ല, പുരുഷന്മാർ മാത്രമാണ് ആ കഴൽ അണിയുന്നത്. അതായത് കാലിന്റെ ആ കരണ്ടക്കാൽ എന്ന് പറയില്ലേ, കുലിസിടുന്നതിന്റെ അവിടെ തന്നെയാണ് കുറച്ചുകൂടി കട്ടിയുള്ള ഒരു തണ്ടാന്ന് പറയും, അതുപോലെ നീണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതിനെയാണ് വീരക്കഴൽ എന്ന് പറയുന്നത്. ആ കഴലിന്റെ ഭംഗി തന്നെ പ്രത്യേകതയുള്ളതാണ്. അത് തന്റെ ചുഴലും ഇസൈ വേണ്ടി വേണ്ട. അത് ഇസൈ എന്ന് പറയുന്നത് പാട്ട് എന്നുള്ള മീനിങ് ഉണ്ട്, പക്ഷെ ഇവിടെ വരുന്നത് പുകഴെന്നാണ്. പുകഴെന്ന് പറഞ്ഞാൽ പ്രശസ്തി. തന്റെ ജീവനെ പോലും വില കൽപ്പിക്കാതെ താൻ ചെയ്യുന്ന ആ യുദ്ധമോ അല്ലെങ്കിൽ താൻ ചെയ്യുന്ന രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലോകം മുഴുവനും അവന് പ്രശസ്തി നേടിത്തരും. അങ്ങനെയുള്ള ഇസൈ വേണ്ടി വേണ്ടാ ഉയരാർ. അപ്പോ അതിന് ഇങ്ങനെയുള്ള പ്രശസ്തിക്ക് വേണ്ടി തന്റെ ജീവനെ പോലും ബലി കർപ്പിക്കുന്ന ഭടന്റെ കഴൽ യാപ്പ് കാരികை നീർത്ത്. ആ ഭടന്റെ കാലിൽ ഇട്ടിരിക്കുന്ന ആ വീരക്കഴൽ, അതിന്റെ ഭംഗി തന്നെ ഒരു പ്രത്യേകതയുള്ളതാണ്. അത് അങ്ങനെയുള്ളവർ വേണം ആ കഴലിടാൻ. ഇപ്പോ ഒരു വെറുതെ ഒന്നും ചെയ്യാത്തവരൊക്കെ ഈ കഴലണി ഇട്ട് നടക്കുന്നവരുണ്ട്. അപ്പോ അതിന് ഈ വീരക്കഴൽ എന്ന് പറയുന്ന പുരുഷന്മാർ അണിയുന്ന ഈ വീരക്കഴലിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യത്തിന് വേണ്ടിയും എന്തും ധൈര്യത്തോടുകൂടി നേരിടുക എന്നുള്ള സ്വഭാവക്കാരാണ് ഈ ഭടന്മാര്. അങ്ങനെ ആയിരിക്കുന്നവർ വേണം ഈ കഴൽ ധരിക്കാൻ. അപ്പൊ ആ കഴല് അതിന്റെ ഒരു ഭംഗി തന്നെ വേറെയാണ്. കാരണം അത്രയും ആ ധരിക്കുന്നതിനുള്ള അത്രയും പ്രവൃത്തി അവന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കുറൾ 777. ചുഴലും ഇസൈ വേണ്ടി വേണ്ടാ ഉയിരാർ കടൽ യാപ്പു കാരികை നീർത്തു. ചുഴലും പ്രശസ്തിക്കായുയിർ വാഴ വീരർക്കേ അണി വീര ശൃംഖല ചേരു.
ചുഴലും പ്രശസ്തിക്കായി ഉയർവാഴ വീരർക്കേ അണിവീര ശൃംഖല ചേരൂ. ചൂഴ്ന്നു നിൽക്കുന്ന പ്രശസ്തിക്കായിട്ട് ഒരുപാട് നാള് ഞാൻ ധീരനായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയും വീരശൃംഖല കെട്ടുന്നത് യുദ്ധത്തിൽ ആ രീതിയിലല്ലെങ്കിൽ ഏതൊരു പ്രതിസന്ധിയിലും അത്തരത്തിൽ എതിർത്ത് നിന്നവർക്ക് മാത്രമേ അത് അണിഞ്ഞാൽ ഭംഗി ഉണ്ടാകൂ എന്ന് ഈ കുറൾ പറയുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഈ ഭൂലോകം മുഴുവൻ വ്യാപിക്കുന്ന പ്രശസ്തി സമ്പാദിക്കാം, എല്ലാ വിധത്തിലുമുള്ള സുഖങ്ങളും അനുഭവിക്കാം. പക്ഷേ യഥാർത്ഥ വീരന്മാർക്ക് അതിലൊന്നും ഭ്രമമില്ല. വീരമൃത്യുവിൽ കുറഞ്ഞ വീരസ്വർഗത്തിന് താഴെയുള്ള ഒന്നിനും വേണ്ടി അവർ കാത്തു നിൽക്കാൻ തയ്യാറാവുന്നില്ല. അത്തരത്തിലുള്ള വീരന്മാർ അണിഞ്ഞാലേ വീരശൃംഖലയാകൂ. മറ്റാരെങ്കിലും അത് അണിഞ്ഞാൽ അണിയുന്നവർക്കത് അലങ്കാരമാവും എങ്കിലും വീരശൃംഖലയുടെ മഹത്വത്തിന് അതൊരു അപമാനം തന്നെ. ദീർഘകാല പ്രശസ്തിക്കായിട്ട് പ്രാണത്യാഗത്തിന് സമ്പന്നരാകുന്ന വീരയോദ്ധാക്കൾ വീരകങ്കണ അണിയുന്നത് അലങ്കാരമാണെന്ന് ഈ കുറൾ പറയുന്നു. കുറൾ 777. ചുഴലും ഇസൈവേണ്ടി വേണ്ടാ ഉയരാർ കടൽ യാപ്പുകാരികൈ നിർത്തൂ. ചുഴലും പ്രശസ്തിക്കായുർ വാഴ വീരർക്കേ അണിവീര ശൃംഖല ചേരൂ. ഓവർ. താങ്ക് യു സർ. Tirukkural, chapter 78, titled Military Spirit, discussed the pride and courage of warriors. Wearing hero's bracelet is ornamented to those brave warriors willing to itself immolation of lasting faith. To fasten the warrior's anklet to one who wants glory more than life is adorning to adorn greatness with beauty. The essence of the quarrel is that for a warrior seeking everlasting glory and renown, the act of wearing the heroic anklet, a sign of military valor, is a true adornment, more precious than life itself. Thank you. Over. അടുത്തത് 778 കുറളാണ്. ഉറിൻ ഉയിർ അഞ്ചാ മറവർ ഇറൈവൻ ചെറിനും ചീർ കുன்றൽ ഇലർ. അതായത് ഈ സൈന്യത്തിലെ ഭടന്മാർ, അവര് രാജാവിന്റെ കീഴിലാണല്ലോ ഈ ഭടന്മാർ ജോലി ചെയ്യുന്നത്. അപ്പൊ രാജാവ് പറഞ്ഞാൽ അനുസരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഈ ഭടൻ തന്റെ രാജാവ് പറഞ്ഞാലും അത് കേൾക്കില്ല എന്നുള്ളതാണ്. അതായത് ഉയിർ അഞ്ചാ മറവർ, യുദ്ധം വരുമ്പോൾ തന്റെ ജീവനെ പോലും ഒരു വില വയ്ക്കാതെ യുദ്ധം ചെയ്യുന്ന ഈ മറവർ എന്ന് പറഞ്ഞാൽ ഭടന്മാരെന്നാണ്. വീരമറവർ എന്നാണ് പറയുന്നത്. അതായത് നല്ല ഭടന്മാർ. അവർ ഇറൈവൻ ചെറിനും, ഇറൈവൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് കടവുൾ എന്ന് പറയും, ദൈവം എന്ന് പറയും. ഇവിടെ വരുന്നത് രാജാവാണ്. ആ രാജാവ് പറഞ്ഞാലും, അതായത് അവനെ നിയന്ത്രിക്കുന്ന രാജാവ്. ചെറിനും ചീർ കുഞ്ചലിലർ, അദ്ദേഹം തടുത്താലും തടയിട്ടാൽ പോലും തൻ്റെ അതായത് ചീർ എന്ന് പറയുന്നത് അവന്റെ പുകഴിനോ എന്തെങ്കിലും കേടുപാട് വരുമെങ്കിൽ അവന്റെ നന്മയ്ക്കോ അല്ലെങ്കിൽ അവന്റെ അതായത് ഒരു ഭടൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ അവന്റെ പേരിന് ദോഷം വരിക, അവൻ ഇത്രയും കാലം ചെയ്തതിനെല്ലാം ചീത്തപ്പേരുണ്ടാകുന്ന രീതിയിൽ ഒരു കാര്യം അവൻ ചെയ്യില്ല. അങ്ങനെ അവന് പേര് ചീത്തയാവുന്നത് വരികയാണെങ്കിൽ അത് തടയിടും. എങ്ങനെയാണ്? അത് വരാതെ നോക്കും. അങ്ങനെ ചെയ്യുമ്പോൾ രാജാവ് പറഞ്ഞാൽ പോലും അവനത് കേൾക്കില്ല എന്നാണ്. അപ്പൊ ചെറിനും ചീർ കുഞ്ചലിലർ, അവന്റെ ചിറപ്പ് അല്ലെങ്കിൽ അവന്റെ മഹത്വത്തിന് കേട് വരുന്ന ഒരു കാര്യവും ചെയ്യില്ല.
അതായത് അവന്റെ സ്വഭാവത്തിൽ നിന്നും അവൻ വ്യതിചലിച്ച് പോവില്ല. എന്തായാലും അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ അവൻ ചെയ്യൂ. അത് അതിലെ ആരെങ്കിലും തടുത്താൽ പോലും, ആര് തടുത്താലും അവൻ കേട്ടില്ല, രാജാവ് തടുത്താലും അവൻ അത് കേട്ടില്ല എന്നുള്ളതാണ് ഈ ഖുറന്റെ അർത്ഥം. ഓക്കെ, താങ്ക് യു. ഖുറൽ 778. ഉറിൻ ഉയിർ അഞ്ചാ മറവർ ഇറൈവൻ ചെറിനും ചീർക്കുണ്ടൽ ഇലർ. രാജാവ് വേണ്ടെന്നു ചൊല്ലിലും യോദ്ധാക്കൾ ജീവനിൻ നാശത്തെ തെല്ലുമേ പേടിയാൽ. ധീരന്മാരായ ഭടന്മാരെന്തു ചെയ്യും? രാജാവ് വേണ്ടെന്ന് പറഞ്ഞാലും യുദ്ധക്കളത്തിൽ അജയ്യരായി മരണം വരെ പോരാടും. അത്രയ്ക്ക് അവർ ആത്മാർത്ഥമായി, അവർക്ക് വിജയം, പോരാണ് വലുത്. ചില ധീരഭടന്മാർക്ക് യുദ്ധം എന്നതൊരു ഹരമാണ്. അടർക്കളത്തിൽ സാക്ഷാൽ ഈശ്വരൻ വന്ന് തടുത്താലും, അതായത് രാജാവ് വിലക്കി, എന്നാൽ ദൈവം വന്നാൽ പോലും അവർ തങ്ങളുടെ കർത്തവ്യത്തിൽ നിന്നും കർമ്മത്തിൽ നിന്നും പിന്മാറില്ല. ഇത് രാജാവിനോടുള്ള പ്രീതി കൂട്ടുകയും ആദരം നേടുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം. തന്റെ മഹത്വത്തിന് വേണ്ടുന്ന കേടുവരുന്നതൊന്നും തന്നെ യഥാർത്ഥത്തിലുള്ള ഭടന്മാർ ചെയ്യുന്നില്ല. രാജ്യത്തിനും പ്രജകൾക്കും വേണ്ടി ജീവൻ ബലി അർപ്പിച്ച് യുദ്ധം ചെയ്ത് വിജയം വരെ പോരാടി ജയിക്കും എന്നാണ് ഈ ഖുറൽ പറയുന്നത്. 778. ഉറിനുയിർ അഞ്ചാ മറവർ ഇറൈവൻ ചെറിനും ചീർക്കുണ്ടലിലർ. താങ്ക് യു. ഓവർ. റോയ് സാറ് പറയുന്നത് കേൾക്കുന്നില്ല, മ്യൂട്ടാണെന്ന് തോന്നുന്നത്. റോയ് ഞാൻ സാർ വായിച്ചുവിടാം. മ്യൂട്ടാ. Courageous fighters unafraid of death will not withdraw from battlefield through king shows anger. അടുത്തത് 779 ഖുറലാണ്. இழைத்தது இகவாமை சாவாரை யாரே பிழைத்தது ഉറുക്കിർബവർ. അതായത് രാജാക്കന്മാരെല്ലാവരും തന്നെ ഈ ശപഥം ചെയ്യാറുണ്ട്. ഞാൻ ഇന്നത് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വരട്ടെ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയുന്ന ആ ശപഥം അവർ നിറവേറ്റണം എന്നുള്ളതാണ് സത്യം. അത് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചെയ്ത ഒരുപാട് സംഘം ലിറ്ററേച്ചറിൽ പറഞ്ഞിട്ടുണ്ട്. തലയാലം കാണത്ത് ചെരുവന്റെ പാണ്ഡ്യൻ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അവര് എന്താണ് പറയുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് ഇങ്ങനെ ചെയ്ത് ഞാനിതിൽ ജയിച്ചില്ലെങ്കിൽ എന്നെ പാടാതെ വരയുക ഇന്നില പറയും. അതായത് എന്റെ ഈ സാമ്രാജ്യത്തെ കുറിച്ച് മറ്റു കവികൾ പുകഴ്ത്തി പാടാതെ പോട്ടെ എന്നാണ് പറയുന്നത്. അതുപോലുള്ള ശബ്ദങ്ങൾ ഒരുപാട് പേര് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു രാജാവ് ഇഴൈത്തത് ഇഹവാമൈ ചാവാരൈ, അതായത് ഇഴൈത്തത് എന്ന് പറയുന്നത് ഞാൻ ഇത് ചെയ്യും എന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് ഞാൻ പറഞ്ഞ ആ ശപഥത്തെ ചെയ്യുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം മരിക്കുകയാണെങ്കിൽ, ചാവാരൈ എന്ന് പറഞ്ഞാൽ മരിക്കുകയാണെങ്കിൽ, യാരേ പിഴയ്ത്തത് ഉറുക്കിർബവർ, ആരാണ് അദ്ദേഹത്തിനെ മോശമായി പറയുമോ എന്ന് വെച്ചാൽ പറയില്ല. കാരണം അദ്ദേഹം മരിച്ചു പോയല്ലോ. അപ്പൊ ജീവിച്ചിരുന്നിട്ട് ആ പറഞ്ഞ ശപഥം നിറവേറ്റുകയില്ല എങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചു പോയാൽ അത് തന്നെ അദ്ദേഹത്തിന് ഒരു എന്താണ്
അദ്ദേഹത്തിന് അത് നന്മ തരുന്നതാണ്. കാരണം അത് എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മയാണ് തരുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇഴയ്ത്തത് ഇഹവാമൈ, താൻ ശപഥം ചെയ്തു അല്ലെങ്കിൽ ഇന്നത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞ ആള് ചാവാരെ മരിച്ചു പോവുകയാണെങ്കിൽ യാരെ പിഴയ്ത്തത് ഓർക്കുന്നവർ, ആരും തന്നെ അവരെ കുറ്റം പറയില്ല. കാരണം അദ്ദേഹം മരിക്കുന്നത് തന്നെ എന്തായിരിക്കും, അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പുകഴാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മഹത്വം എന്നാണ് പറയുന്നത്. ഇതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കുറൾ 779. ഇഴൈത്ത തികവാമൈ ചാവാരൈ യാരെ പിഴൈത്തതു ഒറുക്കിറുപ്പവർ, ശപഥം പിഴയ്ക്കാതെ മരണം വരിപ്പോരെ ഇകഴുന്നതാരവർ പിഴച്ചാൽ. ഉഗ്രമായ ശപഥത്തോടെ യുദ്ധത്തിൽ ശത്രുക്കളുടെ നേരെ എടുത്തു ചാടി അകാലത്തിൽ വീരമരണം വരിക്കുന്ന സാഹസികന്മാരെ ആ ശപഥം പിഴച്ചു പോയാലും ഇകഴ്ത്തുന്നവരായി ആരുണ്ട്? ഈ തിരുക്കുറൾ വീരതയും ത്യാഗവും മഹത്വപ്പെടുത്തി സംസാരിക്കുന്നു. ഒരു ഉന്നത ലക്ഷ്യത്തിനും ധാർമ്മിക ബാധ്യതയ്ക്കുമായി സ്വന്തം ജീവൻ പോലും ത്യജിക്കുന്ന ഈ ധീരയോദ്ധാക്കളെ കുറ്റപ്പെടുത്താൻ ആരാണ് അർഹൻ എന്ന ചോദ്യമാണ് തിരുവള്ളുവർ ഇവിടെ ഉന്നയിക്കുന്നത്. എന്നുവെച്ചാൽ അത്തരം മരണം പരാജയമല്ല, അത് ധർമ്മത്തിനായുള്ള വിജയം തന്നെയാണ്. നീതിക്കും നന്മയ്ക്കും ജനക്ഷേമത്തിനും വേണ്ടി ജീവൻ സമർപ്പിക്കുന്നവരുടെ ത്യാഗവും വിശുദ്ധവും ആദരണീയവുമാണ്. ഉദാഹരണങ്ങൾ നോക്കാം. രാജ്യത്തിനായി ജീവൻ ത്യജിച്ച ധീരസൈനികൻ, രാജ്യരക്ഷയ്ക്കിടെ വീരമൃത്യു വരിച്ച സൈനികനെ കുറ്റപ്പെടുത്താൻ ആരുമില്ല. അത് അദ്ദേഹത്തിന്റെ വീരവ്രതത്തിന്റെ ഒരു പൂർത്തീകരണം മാത്രമാണ്. രാജ്യസ്വാതന്ത്ര്യത്തിനായി ജീവൻ സമർപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾ ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകങ്ങളാണ്. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുമ്പോൾ അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തകരും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവർ എന്നും മാനവതയുടെ വീരന്മാരാകുന്നു. ഈ കുറളിന്റെ ആത്മസാരം എന്ന് പറയുന്നത് മഹത്തായ ലക്ഷ്യത്തിനായുള്ള ത്യാഗം അമരത്വമാണ്. വീരത മരണം പോലും അതിജീവിക്കുന്നു. രാജ്യസുരക്ഷയ്ക്കായി ശത്രുക്കളോട് പടപൊരുതി വീരമൃത്യു വരിച്ച വീരജവാന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഹൃദയം കൊണ്ട് പ്രണാമം അർപ്പിക്കുന്നതോടൊപ്പം അതിനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. കുറൾ 779. ഇഴൈത്തൈ തികവാമൈ ചാവാരൈ യാരെ പിഴൈത്തത് ഒറുക്കിറുപ്പവർ, ശപഥം പിഴയ്ക്കാതെ മരണം വരിപ്പോരെ ഇകഴുന്നതാരവർ പിഴച്ചാൽ. താങ്ക് യു. കുറൾ 779. Is there anyone to blame the brave who sacrificed their life in fighting to accomplish heroic oaths? This Qural highlights the supreme honor of a warrior who sacrificed his life to fulfill a vow or oath they have sworn. The essence is that no one can blame or reproach with failure a person who dies in the attempt to accomplish a task they have undertaken, as their commitment is considered a mark of great bravery and integrity. Their death is the pursuit of their word, seals their commitment, and commands respect, overriding any perceived failure of task itself. Thank you. Over. ഏറ്റവും ലാസ്റ്റ് ആണ് 780 കുറളാണ്. പുരന്താർ കൺ നീർമൽഹ ചാകീർ പിൻ ചാക്കാട് ഇരന്തുകോൾ തക്കതുടൈത്ത്. പുരന്താർ കൺ, പുരന്താർ എന്ന് പറയുന്നത് ഇവിടെ രാജാവാണ്. ഒരു ഭടൻ യുദ്ധകളത്തിൽ വെച്ച്, അതായത് യുദ്ധം ചെയ്യവേ മരിക്കുകയാണെങ്കിൽ ആ രാജാവ് ചിലപ്പോൾ ആ ഭടൻ ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് ഓർത്ത് കണ്ണു നിറയുകയും, പുരന്താർ കൺ നീർ മൽക, പുരന്താർ എന്ന് പറഞ്ഞാൽ രാജാവ്, ആ രാജാവിന്റെ കണ്ണ് ഈ മരിച്ച ഭടനെ കുറിച്ച് ഓർത്ത്, അവൻ ചെയ്ത നല്ല പ്രവൃത്തികളെ കുറിച്ച് ഓർത്ത്, അവന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ ഓർത്ത് കണ്ണ് നിറയുകയാണെങ്കിൽ
നീർമൽഹ ചാകിൽ, അത് കണ്ടിട്ട് ചാകുന്ന ഒരു ഭടനാണെങ്കിൽ, അങ്ങനെ ഒരു സന്ദർഭം കിട്ടുകയാണെങ്കിൽ, ചാക്കാട്, ചാകിർപ്പിൻ ചാക്കാട്, ചാക്കാട് എന്ന് പറഞ്ഞാൽ മരണം. ഈ കണ്ണ് നിറഞ്ഞ് രാജാവ് കണ്ണു നിറയുന്നതിനെ കണ്ടുകൊണ്ട് ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ അതിനെ ഇരന്ത് കോൾ തക്കതുടൈത്ത്, ഇരന്ത് എന്ന് പറഞ്ഞാൽ യാചിക്കുക എന്നാണ്. അങ്ങനെയുള്ള ഒരു വീരമൃത്യുവിനെ യാചിച്ചെങ്കിലും അതിനെ സ്വീകരിക്കണം. കാരണം അങ്ങനെ യാചനയോടുകൂടി അതുപോലെയുള്ള ഒരു മഹത്വമായ ഒരു കാര്യം വേറെ ഇല്ല എന്നതാണ്. കാരണം ഈ ഭടൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് രാജാവ് അത് മനസ്സിലാക്കുകയും ഇവന്റെ മരണം കൊണ്ട് രാജാവിന് സങ്കടം വരികയും, അയ്യോ നമുക്ക് നഷ്ടമാണല്ലോ, ഇങ്ങനെ ഒരു ഭടനെ നമുക്ക് നഷ്ടമാണല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഇതുപോലെ ആ ഭടന് കിട്ടുന്ന നമുക്ക് പറയാം ഏറ്റവും വലിയ ഒരു ബഹുമതി എന്ന് പറയാം, അത് വേറൊന്നുമില്ല എന്നാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു മരണത്തെ നമ്മൾ യാചിച്ച് വാങ്ങണം, യാചിച്ചെങ്കിലും അതിനെ വാങ്ങിക്കണം എന്നാണ്. വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ അതുപോലെ പ്രവർത്തിക്കണം. അവൻ നാടിന് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ രാജാവിന് അങ്ങനെ ഒരു ഇത് ഉണ്ടാവൂ. അപ്പൊ നീ യുദ്ധക്കളത്തിൽ പോവുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ ഇത് കിട്ടൂ. അങ്ങനെ ആയിരിക്കണം എന്നത് കൂടിയാണ് ഈ കുറളിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു. നായനാർ സാറെ മലയാളം. പറഞ്ഞു, കുഴപ്പമില്ല. സാറിന്റെ മ്യൂട്ടാണ്, നയനാർ സാറിന്റെ വോയിസ് ഇല്ല. അരജൻ മിഴി നിറഞ്ഞിടറി നിൽക്കും മൃതി ഇരുന്നാകിലും നേടൽ ശ്രേഷ്ഠം. അതായത് തന്റെ പ്രജകളെയൊക്കെ കാത്തു രക്ഷിക്കുന്ന, അവരുടെ നന്മയ്ക്ക് വേണ്ടി രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ ധീരനായ രാജാവിന്റെ മിഴികൾ നിറഞ്ഞ് കണ്ണീർ വാർക്കുന്ന സമയത്ത് അത് കാണാൻ അതിന് സാധിക്കുമെങ്കിൽ, അതായത് യുദ്ധത്തിൽ പരമാരും വീരമർദ്ദി ഏറ്റ് കിടക്കുന്ന രംഗം കണ്ട് കണ്ണിറങ്ങി പോകുന്ന രാജാവിന്റെ അവസ്ഥ, അല്ലെങ്കിൽ ആ രാജാവിന്റെ മിഴികൾ നിറഞ്ഞിരിക്കുന്ന ആ ഒരു ബിന്ദുക്കൾ ആണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് രാജാവ് പൊഴിക്കുമെങ്കിൽ, അത് ആ രംഗം കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും മുന്നോട്ട് ചെന്ന് യാചിച്ച് മരണത്തെ ഭരിക്കണം എന്ന് ഓവർ. ഇതുവരെ ഇത് ശ്രമിച്ച എല്ലാവർക്കും താങ്ക് യു സർ. ന്യൂ ഇയർ ലക്ഷത്തിലാണോ? Kural 780. If boss laments his death is of repute, as death has begged for his life. To explain couplet 780, we can look to the Puranic story of the demon king Mahabali, whose surrender was so noble that in transformed defeat into eternal glory. The king who conquered death. King Mahabali was a ruler of such immense power and charity that he conquered the three worlds, causing even the gods to fear his growing influence. When Lord Vishnu appeared as the dwarf Vamana and asked for 3 paces of land, Mahabali realized his end was near, but refused to go back
on his word. Even as he lost his kingdom and faced his own demise as a ruler, he offered his own head for the third step, embracing his fate with absolute dignity, because he did not beg for his life, but instead offered it willingly for the sake of truth. The death of his ego and earthly power became a source of eternal fame. This mirrors Waller's idea that if a leader faces the end with such courage that it seems as though death itself is humbled by their spirit, that leader gains immortality. Mahabali is celebrated to this day because he did not lament his loss. Rather, his reputation grew so vast that even the heavens had to honor his sacrifice. The Tirukural serves as a timeless guide, proving that the true power of a nation lies not just in its wealth, but in the character of its people and protectors. Through the chapter on the strength of the army, Valluvar emphasizes that a military's greatest asset is its indomitable spirit and sense of honor. He concludes that a soldier's valor is most beautiful when tempered with mercy and most powerful when driven by loyalty to the king. Ultimately, these verses teach us that while wars are fought with weapons, they are won through the unwavering discipline and dignity of the soul. This balance of strength and ethics remains the hallmark of a truly great civilization. A short poem, The Shield of Honor. Steel may shatter and walls may fall, but courage stands the tallest of all. With a heart of fire and a hand of grace, the noble warrior finds his place. In life, a hero, in death, a light, guarding the truth with all his might. I am deeply grateful to Sabu sir for providing a space where ancient wisdom can be explored and shared with modern clarity. It serves as a vital bridge, allowing the timeless ethics of Thiruvalluvar to reach a global audience through seamless interaction. A heartfelt thank you goes to Nayanar sir, Shanti ma'am, Sheila Begum madam, Roy sir, Usha ma'am, Srikumari ma'am, and all the participants whose thoughtful questions and engagement bring these verses to life. Your curiosity ensures that the profound lessons on honor, strength, and mercy continue to spark meaningful dialogue and personal growth. To the viewers, thank you for your time and attention in reflecting on these life-shaping principles. May the courage of the warrior and the kindness of the great, as described in chapter 78, inspire you in your own daily journeys. Thank you, everybody. So, thank you എല്ലാവർക്കും. മോഹൻദാസ് സാറ് ഒരു തിരുവള്ളുവരെ പോലെ ആകാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല ഇല്ല ഒരു പുതിയ രൂപമാറ്റം കാണുന്നു. പുറത്തൊന്നും പോകുന്നില്ലല്ലോ. സത്യം സാറേ, ആയി വരുന്നുണ്ട്. തിരുവായിട്ടുണ്ട്. ശാന്തി മാം, ഹാപ്പി ന്യൂ ഇയർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹാപ്പി ന്യൂ ഇയറിന് ശാന്തി മാം കേൾക്കാമോ? താങ്ക് യു സർ, താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ ഒക്കെ അടിപൊളിയായിരുന്നോ? കുഴപ്പമില്ലാതെ പോകുന്നു. തുടങ്ങിയല്ലേ ഉള്ളൂ അല്ലേ? അതെ.
ഓക്കെ, അപ്പം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. അത് യുദ്ധത്തിൽ എന്ന പോലെ ധർമ്മ നിർവഹണത്തിലും രാജാവിന് സഹായികളായി പ്രവർത്തിക്കേണ്ടവരുടെ സഖ്യത്തെയും സൗഹൃദത്തെയും സ്നേഹത്തെയും കുറിച്ച് ആണ് അതിൽ പറയുന്നത്. പിന്നെയുള്ളത് സംഘകാലത്തോടും ആ പുരാണ കാലഘട്ടത്തിൽ വളരെയധികം പാണ്ഡിത്യവും ഇതൊക്കെ ഉണ്ട്. സമയമില്ല എന്നുള്ളത് മാത്രമേ ഇവിടെ നമുക്ക് ഒരു പോലെയുള്ളൂ. കാരണം നമ്മള് എഴുത്തിന് ആരംഭിച്ചത് മണി 9:50 ഒരു മണിക്കൂർ 40 മിനിറ്റ് അതുവേണ്ടി പറഞ്ഞു. അതാണ് പിന്നെ ഒരു ചാപ്റ്റർ ചെല്ലുന്നവരും സമയം പോരായ്മ എന്നുള്ള ഒരു ഇതിക്കാണ് വരുന്നത്. അത്രയ്ക്കും എല്ലാ കാര്യവും എല്ലാം അമിതമായി പോകുന്നു. അതാണ് ഒരു വിചിത്രമായ ഒരു പിന്നെ എന്നാലും കുറച്ചുകൂടെ ക്ലാസ് ഭംഗിയായിട്ട് എത്തിക്കണമെന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അതുപോലെ തന്നെ പുഷ്പമരവും ശീലവും എല്ലാം ഇപ്പം കമ്പരാമായണത്തിനും മഹാഭാരതത്തിലുള്ള ഇതാണ് പിന്നെ ഉദാഹരണമായിട്ട് കൊണ്ടുവരുന്നത്. ഓമന ടീച്ചറാണെങ്കിൽ പിന്നെ അവസാനം നല്ല ചെറുകഥയിൽ പിന്നെ കവിതയിൽ കൂടിയും അത് നമുക്ക് തന്നു. പിന്നെ സാറും ജോർജെല്ലാം മികവുറ്റ അവതരണമായിരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓക്കെ, അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം. നമ്മളെ മനോജ് സാറിന്റെ 2026 പോകാനുള്ള ഒരു പുതിയ യാത്രയാണ് മനോജ് സാറിന്റെ നാളത്തെ ക്ലാസ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പുതുവർഷം അടിപൊളിയാകട്ടെ. സീ യു. ഗുഡ് നൈറ്റ്.